السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. صدق الله مولانا العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا أصحاب الوقت ويا صاحب الوقت أعظ نيابة عنكم وأضع جبهتي تحت قدميكم وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നിർബന്ധമായ ഒരു ഇടപെടൽ നടത്തേണ്ടി വന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനുള്ള കാരണം. കഴിഞ്ഞ ദിവസം നമ്മൾ മംഗലാപുരത്ത് മശായിഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിയിൽ നമ്മുടെ കരുളായിക്കാരനായ മൗലവി അദ്ദേഹത്തിൻ്റെ സംസാരവുമായി വന്ന ക്ലിപ്പ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ആമുഖങ്ങളൊന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅക്കെതിരായി വരുന്ന, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുമ്പോൾ അത് സൂഫിയാക്കളായ മശായിഖന്മാർ ഓരോ കാലത്തും ഇടപെട്ട് നിർദ്ദേശിച്ച് അവരുടെ നിർദ്ദേശത്തിലുള്ള സംഘമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പം അതിനെതിരെ വരുന്ന സംസാരങ്ങൾ അത് ഏതു ഭാഗത്ത് നിന്നായാലും അതിനെ ചെറുത്തു തോൽപ്പിക്കുകയും മറുപടി പറയുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയായതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വീണ്ടും ഇടപെടുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ജോലി അഹ്ലുസുന്നത്തി വൽ ജമാഅക്കെതിരെ വരുന്ന ഏത് സംസാരങ്ങൾക്കും മറുപടി പറയുക എന്നത് തന്നെയാണ്. അതിന്ന് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം. കേരളയിലെ സൽമാൻ മൗലവി വീണ്ടും അദ്ദേഹം വന്നതിന് ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി. വീണ്ടും വരിക, വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനമാകും ഇൻഷാ അല്ലാഹ്.
എന്തായിരുന്നു നമ്മുടെ വിഷയത്തിൻ്റെ ആദ്യ ഭാഗം? നമ്മൾ മലപ്പുറത്ത് വച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ ആദർശ വിഷയങ്ങളാണ് നമ്മൾ അടിസ്ഥാനപരമായി പറയാറുള്ളത്. ഇസ്തിഗാസ, അതുപോലെ തന്നെ മശായിഖുമായുള്ള ബന്ധത്തിൻ്റെ അനിവാര്യത, കറാമത്തുകളെ പറയേണ്ടതിൻ്റെ ആവശ്യകത, ഇങ്ങനെയുള്ള ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായും അവരുടെ ആ ഹബീബായ തങ്ങളുടെ വാരിസീങ്ങളായ മശായിഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മുടെ അടിസ്ഥാന വിഷയം. ആ വിഷയങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ സാന്ദർഭികമായ ഒരു വിഷയം നമ്മുടെ സംസാരത്തിൽ വന്നു. അതെന്താണ്? കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നപ്പോൾ വ്യാജ മുസ്ലിയാക്കന്മാർ, അഥവാ പരിശുദ്ധമായ ദീനിൻ്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും യഥാർത്ഥ ദീനിൻ്റെ വാക്താക്കളായ മശായിഖിനെ തള്ളുകയും ചെയ്യുന്ന ആളുകൾ, അവരാണ് വ്യാജന്മാർ. അവർ രാഷ്ട്രീയ പാർട്ടിയെ പോലും പിന്നിലാക്കുന്ന രൂപത്തിൽ ചില പ്രത്യേക ആളുകളെ ഫോക്കസ് ചെയ്ത് രാഷ്ട്രീയ പ്രചരണത്തിനിറങ്ങുകയും അവരെ മുഴുവനും പൊതുജനങ്ങൾ തള്ളിക്കളയുകയും ചെയ്ത ഒരു സന്ദർഭത്തിലായിരുന്നു മലപ്പുറത്തെ നമ്മുടെ പ്രസംഗം. ആ പ്രസംഗത്തിൽ നമ്മൾ AP വിഭാഗം സമസ്തയെക്കുറിച്ച് പറഞ്ഞു. AP വിഭാഗത്തിൻ്റെ നേരത്തെയുള്ള ശൈലികൾ, മണ്ണാർക്കാട് മുതലുള്ള സംഭവ വികാസങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം അവരൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മറ്റു ചില ആളുകളെ കൂടി എടുത്ത് ചില ഗൂഢതന്ത്രങ്ങൾ ബിസിനസ്മാൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന് രേഖയായി, തെളിവായി അങ്ങനെയുള്ള 1-2 മുസ്ലിയാക്കന്മാരുടെ ക്ലിപ്പുകൾ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ ആ പ്രസംഗത്തിൽ നടത്തിയിരുന്നു. പ്രസംഗമെന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിലാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പൂർത്തിയാക്കിയത്. സ്വാഭാവികമായും ആളുകളൊക്കെ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. കേരളത്തിലെ മുസ്ലിയാക്കന്മാരെന്ന് പറയുമ്പോൾ നല്ല നല്ല മൊയ്ലിയന്മാരുണ്ടാവും, ഓലെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അതെല്ലാ വിഭാഗത്തിലും ഉണ്ടാവും. വിഭാഗം എന്ന് പറയുമ്പോൾ APക്കൊന്നും അതിനില്ലല്ലോ. ഇപ്പോൾ സുലൈമാൻ ഉസ്താദിൻ്റെ മദ്ഹ് നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ, അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ഈ രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ പോയി ഈ വർഗത്തെ തന്നെ പറയിപ്പിക്കുന്ന രൂപത്തിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങുകയും മഹാനരായ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെയും തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തെയും തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അവർ. പക്ഷേ അവരൊക്കെ തോറ്റു തൊപ്പിയിട്ടു ഇറങ്ങിയ മുസ്ലിയാക്കന്മാർ. ഇത് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായും അവർക്കത് ഏൽക്കും. അങ്ങനെ അവർ അല്ലെങ്കിലേ നാണം കെട്ട് നിൽക്കുകയാണ്, ആളുകൾക്കിടയിൽ വഷളായ അവസ്ഥയിലുള്ളത്. അപ്പം അതിൽ നിന്ന് തൽക്കാലം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്കെതിരിൽ ഒരാരോപണവുമായി സൽമാൻ മൗലവി എന്ന് പറയുന്ന കരളായിക്കാരൻ വന്നു. നമ്മൾ അദ്ദേഹം വന്നപ്പോൾ അതിനോട് പ്രതികരിച്ചു. അദ്ദേഹം വീണ്ടും വന്നു. ഞാൻ അതിനോട് ഇതുപോലെ ഒരു ലൈവിൽ വീണ്ടും പ്രതികരിച്ചു. ഇന്നലെ അദ്ദേഹം വന്നപ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുക എന്ന രൂപത്തിലാണ് ഇന്ന് തന്നെ നമ്മൾ ആ വിഷയം പറയാൻ തീരുമാനിച്ചത്. അപ്പോൾ അവിടുത്തെ വിഷയം എന്താണ് ഈ കരുളായി മൗലവി എടുത്തിട്ടത്? നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് അദ്ദേഹം ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹം പറയാത്ത ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പേരിൽ പറഞ്ഞു, നമ്മൾ കള്ളത്തരം ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ ആരോപണം. കഴിഞ്ഞ പ്രസംഗത്തിൽ ആ വന്ന ഉഷാറൊന്നുമില്ല.
പണ്ട് നമ്മൾ പറയലുണ്ടല്ലോ, വയനാട്ടിൽ പോയായിരിക്കും പോകുമ്പോഴുള്ള ഉഷാറ് വരുമ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ പല വിഷയങ്ങളിലും മൗനം പാലിച്ചുകൊണ്ടാണ് ഏകദേശം ഒരു 20-22 മിനിറ്റ് വരുന്ന ചെറിയൊരു വീഡിയോ ചെയ്തത്. എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരുന്നാൽ മോശമല്ലേ? പുതിയ കൂട്ടുകാരായ AP സമസ്തയുടെ ആളുകൾ ഇതിങ്ങനെ ഇടങ്ങാറാക്കുമല്ലോ എന്ന് കരുതി വന്നതായിരിക്കും പാവം. ഏതായാലും നമുക്ക് ഇങ്ങനെയുള്ള വരവുകൾ ചില കാര്യങ്ങൾ പഠിക്കാൻ ഉപകാരപ്പെടും. അതാണ് ഇതിൻ്റെയൊക്കെ ഫലം. ഞാൻ അതിലേക്ക് വരാം. എന്തായിരുന്നു കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്? നമ്മളെന്തോ കളവ് പറഞ്ഞു എന്ന രൂപത്തിൽ ഇയാൾ പറയുകയാണ്. തുടങ്ങുന്നത് തന്നെ നമ്മളെക്കുറിച്ചുള്ള ഒരു വലിയ കളവ് പറഞ്ഞുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് ആദ്യം കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മറുപടിയിൽ നിന്നുള്ള അതിൻ്റെ തുടക്ക ഭാഗം ഞാനൊന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നു. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഹക്കീം അസ്ഹരിയുടെ നിർദ്ദേശമനുസരിച്ച് വഹാബ് സഖാഫി മമ്പാടിന്റെ കൂടെ ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെയും ജബ്ബാർ ഹാജിക്കെതിരെയും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഞാൻ സജീവമാവുകയും പ്രഭാഷണം നടത്തുകയും ജബ്ബാർ ഹാജിക്കെതിരെ പ്രഭാഷണം നടത്തുകയും ചെയ്തു എന്ന ആരോപണമാണ്. അതിന് അവൻ തെളിവായിട്ട് കൊണ്ടുവന്നത് നിലമ്പൂർ മേഖല SMFന്റെ സമ്മേളനത്തിൽ വെച്ച് ഞാൻ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പാണ്. എന്നിട്ട് അത് ജബ്ബാർ ഹാജിക്കെതിരെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ പ്രഭാഷണമാണ് എന്നാണ് സദസ്സിലുള്ള ആളുകളെ അവൻ ബോധ്യപ്പെടുത്തിയത്. ഇദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വലിയ ഒരു കളവ്, അബദ്ധം പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ പോയിന്റ്, ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങി ചില വ്യാജ മുസ്ലിയാക്കന്മാര് വന്നിട്ട് അവര് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയും അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ജബ്ബാർ ഹാജിക്കെതിരെയും ഒക്കെ ഈ ഇലക്ഷനിൽ ഇറങ്ങി എന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പച്ചവെള്ളം പോലെ, സൂര്യപ്രകാശം പോലെ അവിടെ വ്യക്തമാണ്. പക്ഷേ അതിന് ഞാൻ തെളിവായി ഉദ്ധരിച്ചത് SMFന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗമാണ്. അത് ഇലക്ഷൻ സമയത്ത് പറഞ്ഞതല്ല. അതാണ് ഞാൻ തെളിവായി ഉദ്ധരിച്ചത് എന്ന് ഇദ്ദേഹം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കപ്പെട്ട കളവാണ്. തീർച്ചയായും ഞാനത് ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. അതവിടെ വെച്ചോളൂ. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ തെളിയിക്കേണ്ടത് എന്താണ്, നിങ്ങൾ എന്താ ഇനി ചെയ്യേണ്ടത്, അതും കൂടി പറയുന്നുണ്ട്. ആ ഭാഗം കൂടി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും എന്നതാണ് വലിയ അത്ഭുതകരമായ മറ്റൊരു കാര്യം. ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് നൗഷാദ് സാഹിബേ, താങ്കൾ ഇലക്ഷൻ പ്രചരണത്തിൽ ആണ് എൻ്റെ ആ പ്രഭാഷണം നടന്നത് എന്നത് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ ആ പ്രഭാഷണം കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് അത് താങ്കൾ തിരുത്തുക. അത് താങ്കൾക്ക് സംഭവിച്ച അബദ്ധമാണ് എന്ന് തുറന്നു പറയാം. 2, ജബ്ബാർ ഹാജിക്കെതിരെ ഞാൻ പ്രസംഗം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ ക്ലിപ്പിട്ടത്. അത് ജബ്ബാർ ഹാജിക്കെതിരെയുള്ള പ്രസംഗമല്ല, അത് ഇലക്ഷനിലുള്ള പ്രസംഗവുമല്ല. അത് നിലമ്പൂർ മേഖല SMFന്റെ സമ്മേളനത്തിലെ SMFുമായി ബന്ധപ്പെട്ട പ്രഭാഷണമാണ്. അപ്പൊ ഞാനൊന്ന് തിരുത്തി തരണം അയാൾക്ക്. പണ്ട് ഇയാള് മറ്റു പലരോടും മുട്ടിയപ്പോൾ നമ്മളാ ചിരിക്കുന്നൊരു ഡോക്ടറുണ്ടല്ലോ, അനിൽ, അങ്ങനെയുള്ള ചില ആളുകളോട് ഗണന നടത്തിയപ്പോൾ അവരൊക്കെ നിർത്തിപ്പോയി. നിങ്ങളെന്താ നിർത്താത്തെന്നൊക്കെ ചോദിച്ചിരുന്നു. നമ്മളൊരു വിഷയം പറയുമ്പോൾ കൃത്യമാക്കിയിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരുത്താന്നുള്ള ഓപ്ഷൻ അതിൽ വരുന്നില്ല. ഞങ്ങളുടെ മുറാദ് വളരെ കൃത്യമായി പറയുമ്പോൾ പിന്നെ അവിടെ എന്തിനാ തിരുത്തുക എന്നുള്ള ഒരു വിഷയം വരുന്നത്? എന്താ ഞങ്ങളവിടെ പറഞ്ഞത്? എന്താണ് അതിന് തെളിവായി കൊണ്ടുവന്നത്? എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന ജബ്ബാർ ഹാജിയുടെ ഫോട്ടോ കൊടുത്തുകൊണ്ടുള്ള ആ ക്ലിപ്പ് വിട്ടത്? ഇതൊക്കെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അയാൾ പറയുന്നുണ്ട്, പ്രേക്ഷകർ ശ്രോതാക്കൾക്ക് വിട്ടുതരുന്നു, നിങ്ങൾ മനസ്സിലാക്കൂ. ശ്രോതാക്കൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ പോലും നിങ്ങൾക്കെതിരാണിതിൽ.
ആകെ സപ്പോർട്ടുള്ളത് ഈ വാട്സപ്പിലും ഓൺലൈനിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചില AP കുട്ടികളുണ്ട്. അവരൊഴികെ ആരാ നിങ്ങൾക്ക് സപ്പോർട്ടുള്ളത്? അപ്പോൾ ആളുകൾക്കത് മനസ്സിലാകുന്നുണ്ട്. പ്രഭാഷകർ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അത് പ്രസംഗിച്ച ആളല്ലേ പറയേണ്ടത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അതിലിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് ഉരുണ്ടു മറിയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ മലപ്പുറത്ത് പറഞ്ഞത്, എന്തിനാണ് ആ ക്ലിപ്പിട്ടത്, എവിടെയോ ഒരു പരാമർശം ഇലക്ഷനിൽ, അതിങ്ങോട്ട് 4-5 തവണ പ്ലേ ചെയ്തിട്ട് കണ്ടോ, ഇലക്ഷനിൽ തന്നെ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാരാ നിഷേധിച്ചത്? ജബ്ബാർ ഹാജിയുമായി ബന്ധപ്പെട്ട ഈ ക്ലിപ്പ് പറയുമ്പോഴാണ് ഞാൻ ചോദിച്ചത്, എന്ത് അത് ഇലക്ഷൻ്റെ സമയത്താണ് എന്ന് ഞാൻ പറഞ്ഞത് എവിടെയെന്ന്. അതിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മലപ്പുറത്ത് നടന്ന ആ പ്രസംഗത്തിലെ എൻ്റെ പ്രസംഗത്തിലെ പ്രധാന ഭാഗം ഒന്നുകൂടി കേൾപ്പിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഇത് തിരിയാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് കൂടി മനസ്സിലാകണം എന്ന ലക്ഷ്യത്തോടെയാണ് ഒന്നുകൂടി ഞാനത് ആവർത്തിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്കതിൻ്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലൂടെ കടന്നു പോകാം. ഒന്ന് വെച്ചുകൊടുക്ക്, പറയട്ടെ. എല്ലാ ഫിത്തിനിൻ്റെയും അടിത്തറ കിടക്കുന്നത് ബിസിനസ്മാനിലാണ്. കാരണം അയാളിത് ഒപ്പിച്ച് മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ച് ഒരു ടീമിനെ അടർത്തിയെടുത്ത് അയാൾക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് മുന്നേറണം. അതിനുള്ള തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അതിനയാൾ ഉടനെ ചെയ്തത് ഈ വഹാബിനെ പോലെയുള്ളവരെ ഉപയോഗപ്പെടുത്തുന്നു. വലിയ കുറുക്കൻ്റെ ബുദ്ധിയാണ്. പുറത്തൊരു സംഭവം ഉണ്ടാവില്ല. പുറത്തിങ്ങനെ കാണുന്നു, സോദിക്കലി നിങ്ങളെ ഫോട്ടോ വിടുന്നു, ഇടക്കിടക്ക് പേച്ച് ലീഗിനെ കൊണ്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞു പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒരു മായാജാലത്തിലാണ് അയാൾ ജീവിച്ചത്. ഒടുവിൽ അതിൽ തന്നെ നേരത്തെ EK വിഭാഗത്തിൽ സജീവമായിരുന്ന ചില ആളുകളെ കൂടി ഹക്കീം അസ്ഹരിയുടെ വലയത്തിൽ കുടുക്കി. അങ്ങനെയാണ് അവരെ കൊണ്ടും നേരത്തെ AP വിഭാഗം കളിച്ച കളി കളിപ്പിച്ചത്. ഈ ഇലക്ഷനിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. 2 ടീമും നിർത്താണ്, ബാക്കി വേണം. എന്താ അതിൽ പറഞ്ഞത്? ഹക്കീം അസ്ഹരിയെ കുറിച്ച് പരാമർശിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട് AP വിഭാഗത്തിൻ്റെ ഉള്ളിലിരുന്ന്, അല്ലെങ്കിൽ അതിൻ്റെ നേതൃതലത്തിരുന്ന് ഉള്ളിലൂടെ പല ഗൂഢലക്ഷ്യങ്ങളും മുന്നിൽ കണ്ട് പലതും ചെയ്യുന്ന ചിലർ. അതിൽപ്പെട്ടവരുടെ പ്രവർത്തനമാണ് അവരുടെ രാഷ്ട്രീയ പ്രവേശം. ഇതിനു വേണ്ടി അവർ ചില ആളുകളെ മറ്റു സംഘടനകളിൽ നിന്ന് അടർത്തിയെടുത്ത് വളരെ തന്ത്രപരമായി അവരാളുകളെ പറ്റിക്കുന്നു. അതിനുവേണ്ടി ചില ആളുകളെ അവരെടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ഇലക്ഷനിൽ മാത്രമല്ല, അതതിനു മുമ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രവർത്തനം ഇലക്ഷനിലും തുടർന്നു. ഈ ഇലക്ഷനിലും ഈ ടീം 2 കൂടി ഇറങ്ങി എന്നാണ് അവിടെ പറയുന്നത്. അതങ്ങനെ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഇതതിൻ്റെ ആമുഖമാണ്. അതിൻ്റെ രേഖകൾ ഇനി വരാൻ പോവാണ്, ഒന്നിൻ്റെ പിന്നിൽ ഒന്നായി. അപ്പം ഞാൻ ഈ പറഞ്ഞു വെച്ച് ഉടനെ കണ്ടോ, ഇലക്ഷനിൽ തന്നെ അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്ത് തന്നെ ജബ്ബാർ ഹാജിയുടെ വിഷയത്തിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണോ ആ ക്ലിപ്പിട്ടത്? ഒരിക്കലുമല്ല. പിന്നെ ഒന്നുകൂടി ആ ഭാഗം ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പം കേട്ടതിൻ്റെ ബാക്കി ഞാൻ ആ വിഷയം പറഞ്ഞ് പിന്നെ ജബ്ബാർ ഹാജിയുടെ ക്ലിപ്പിലേക്ക് വരുന്ന രൂപം ഒന്ന് കണ്ടോളൂ. ഇലക്ഷനിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. 2 ടീമാണ് സമസ്തന്റെ നേതാക്കളോ പാണക്കാട് സാദാത്യങ്ങൾ അംഗീകരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്ന വ്യാജ മുസ്ലിയാക്കന്മാർ അവർ ഒരുമിച്ചാണ് രംഗത്തിറങ്ങിയത്. കണ്ടോ, വഹാബ് ഈ പോസ്റ്റർ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനത്തെ എല്ലാ സഖാഫികളും. അപ്പൊ അപ്പുറത്ത് വേറൊരുത്തനെ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഹക്കീമിന്റെ തന്ത്ര. ആ ആള് വന്നിട്ട് ജബ്ബാർ ഹാജിക്കെതിരെ പ്രസംഗിക്കുന്നു. നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം. ഇരിക്കണം, കരുതലോടെ നീങ്ങണം. വളരെ കൃത്യമാണ് നമ്മൾ പറഞ്ഞ വാക്ക്. 2 ആശയാണ് അതിൽ പറഞ്ഞത്. ഒന്ന്, ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ കുറച്ചു കാലമായി ലീഗിനെതിരെയും പാണക്കാട് സാദാത്യങ്ങൾക്കെതിരെയും പല നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ രേഖയും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇലക്ഷനിൽ ഇവർ 2 കൂട്ടരും കൂടി ഇറങ്ങി പാണക്കാട് തങ്ങളെയും അവരെ പ്രസ്ഥാനത്തിനെയും തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തി. ഇതതിൻ്റെ മുഖവുരയായി പറഞ്ഞു വെച്ചതാണ്. എന്നിട്ട് ഞാൻ പറയുകയാണെന്ത്,
ജബ്ബാർ ഹാജിയുമായി ബന്ധപ്പെട്ട് ഈ മുസ്ലിയാർ പറഞ്ഞ പ്രസംഗം കേട്ടു നോക്കൂ. അവിടെയാണ് ഞാൻ ചോദിച്ചത്. അവിടെ എലക്ഷനിൽ അല്ലെങ്കിൽ എലക്ഷൻ സമയത്ത് എന്ന് നമ്മൾ പറയുന്നില്ല. എലക്ഷൻ സമയത്ത് പറഞ്ഞത് പിന്നീട് പറഞ്ഞു വിടുന്നുണ്ട്. അതിൻ്റെ രേഖ വരുന്നേ ഉള്ളൂ. ആ രേഖ വരുന്നതിന് മുമ്പ് നമ്മൾ പൊതുവായി നേരത്തെ തന്നെ ഇവർ ചെയ്ത ഒരു പ്രസംഗം കേൾപ്പിച്ചതാണ്. പറഞ്ഞതിൻ്റെ രേഖ പിന്നീട് വരുന്നുണ്ട്. അതാ ആ ക്ലിപ്പ് ഇട്ടുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നത് കേട്ടോളൂ. അടുത്ത് സഖാവെന്ന് ആക്ഷേപിച്ചവൻ അവനാ എസ്എംഎഫിന്റെ ജില്ലാ ഭാരവാഹി. ഇത് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ മരക്കുറ്റി, നമ്മൾ ഷജറ. അപ്പോ ഇയാള് രംഗത്തിറങ്ങി. ഇയാള് വഹാബ് സഖാഫി ഇതെല്ലാം ഒരു ടീമായതാ. അങ്ങനെ എന്ത് ചെയ്ത് ഇയാള് പ്രചരണ രംഗത്ത് സജീവമായി. അയാളുടെ ചാനലിൽ അയാൾ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ വാർഡിലും നമ്മൾ അവിടുത്തെ ഭൗതികമായ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, മതപരമായി നോക്കണം. ഇനി പറയുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, മതപരമായി നോക്കിയിട്ട് ഇപ്രാവശ്യം വോട്ട് ചെയ്യാവൂ എന്നാണ് ഇവർ കൊണ്ടുവന്ന് മതത്തിനെ അതിലേക്ക് ചേർക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ഇവരാണ്. കേട്ടോളൂ, ഇയാൾ തന്നെ അടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്വീകരിക്കേണ്ട നയം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രസംഗിച്ചു. അതിൽ പറയുന്നത് കാണാം. ഭൂരിഭാഗം വരുന്ന സുന്നികളും അതിൽ കൂടുതൽ പേരും സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ ആദർശ പ്രസ്ഥാനമായി കാണുന്നവരുമാണ്. അതിനാൽ തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി നാടിന്റെ പുരോഗതിയെ പരിഗണിക്കുന്നത് പോലെ തന്നെ ആദർശപരമായ പുരോഗതിയെയും പരിഗണിക്കേണ്ട തെരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനാൽ നമ്മുടെ വാർഡിലേക്ക് നിയോഗിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളിൽ ഭൗതിക സേവനം വിലയിരുത്തുന്നതോടൊപ്പം നമ്മുടെ ആദർശ പ്രസ്ഥാനമായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവും വിജയവും ഏത് രീതിയിൽ ബാധിക്കും എന്നതുകൂടെ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. സ്വാഭാവികമായും ഒരു വാർഡ് മെമ്പറുടെ ഈ പ്രാവശ്യം വോട്ട് കഴിയുമ്പോൾ ആളുകളോട് പറയുന്നത്, അവിടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഇതിലേക്കൊക്കെ വരുന്ന ആളുകൾ നമുക്ക് ആവശ്യമായ ഭൗതിക സഹായം ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, നമ്മളെ സംഘടന അതിന് ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നോക്കിയിട്ടേ വോട്ട് ചെയ്യാവുന്ന. എന്നിട്ട് മുമ്പ് കത്തിക്കയറുകയാണ്. അതിൽ പിന്നെ മഹാനരായ പാണക്കാട് സ്വാദിഖ് അലി തങ്ങളെ അദ്ദേഹം കുത്തിയിട്ട് പറയുന്നുണ്ട്, ചിലരൊക്കെ. അപ്പോ വളരെ കൃത്യമായി നമ്മൾ അതിൻ്റെ രേഖയിലേക്ക് കടന്നു. ഏതായിരുന്നു അതിൻ്റെ രേഖ? എന്തായിരുന്നു വിഷയം? തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയും ഇവർ പാണക്കാട് തങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരെയും നീങ്ങിയതിൻ്റെ നേർക്ക് നേരെയുള്ള രേഖയിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ക്ലിപ്പ് കൊണ്ടുവരുന്നത്. ആ ക്ലിപ്പ് നാസിർ സുന്ന എന്ന് പറയുന്ന സൽമാൻ കരളായിയുടെ അതേ ചാനലിൽ കൊണ്ടുവന്നതാണ്. അപ്പം നമ്മൾ ഇവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ രേഖ കൊണ്ടുവരുന്നത് ആദ്യം വിട്ട ആ ക്ലിപ്പല്ല, മറിച്ച് രണ്ടാമത് നമ്മൾ കൊണ്ടുവന്ന അദ്ദേഹം തന്നെ സമ്മതിച്ച ക്ലിപ്പാണ് വിടുന്നത്. അതിൻ്റെ രേഖയാണത്. കഴിഞ്ഞില്ല, നമ്മൾ വീണ്ടും പറഞ്ഞു. എന്ത്? സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കുത്തിയിട്ട് നാസിർ സുന്നയുടെ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള വീഡിയോയിൽ തന്നെ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇനി അതും വിട്ടുകൊടുക്കുക. സ്വാദിഖ് അലി തങ്ങളെ അദ്ദേഹം കുത്തിയിട്ട് പറയുന്നുണ്ട്, ചിലരൊക്കെ നമ്മളെ ആളുകളാന്ന് പറഞ്ഞ് രംഗത്ത് വരും, പുഞ്ചിരിച്ചു വരും, മധ്യസ്ഥന്റെ റോളിൽ വരും, പറ്റിക്കുകയാണ് നമ്മളെ എന്നൊക്കെ തങ്ങൾക്കെതിരെയും പറയുന്നുണ്ട്. ആ ഭാഗം കൂടി കേൾക്കാം. തീരുമാനങ്ങളും നയങ്ങളുമായി നമ്മുടെ നേതാക്കൾ മുന്നോട്ട് പോയപ്പോൾ മധ്യസ്ഥ റോളിൽ ചുണ്ടിൽ ചിരി പടർത്തി കടന്നു വന്ന് നമ്മുടെ നിഷ്കളങ്കരായ നേതാക്കളുടെ നിഷ്കളങ്കതയും വിശാല മനസ്കതയെയും ചൂഷണം ചെയ്ത് അവരുടെ ആത്മാഭിമാനത്തെ മാധ്യമങ്ങളിലൂടെയും തെരുവുകളിലും പിച്ചി ചീന്താൻ അണികളെയും പലപ്പോഴും പാർട്ടി നേതാക്കൾ നേരിട്ട് തന്നെയും അവസരം സൃഷ്ടിക്കുകയും ചെയ്തതും നമ്മളാരും മറന്നിട്ടില്ല. അങ്ങനെ ഓരോന്നും മറന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്തിറങ്ങിയ മൊയ്ലിയമാരാ ഇതിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, അങ്ങനെ നമ്മുടെ സംഘടനക്കെതിരായ ആളാണ് സ്ഥാനാർത്ഥിയായി വന്നതെങ്കിൽ
അത്തരം ആളുകൾ ആ ആളുകളോട് നോ വോട്ട് ചെയ്യൂല, സഹകരിക്കൂല എന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. കൃത്യമായ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് 2 ടീമും നടത്തിയത്. വെച്ചോടുക്ക് പറയട്ടെ. ആരാണ് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ സമസ്തക്കാരനും സുന്നിയുമായ നീതിബോധവും സ്വത്വബോധവുമുള്ള ഓരോരുത്തരും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വീക്ഷിക്കുകയും അങ്ങനെ വീക്ഷിക്കുമ്പോൾ പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതായും വരുന്നുണ്ട്. മേൽപ്പറഞ്ഞ വിശേഷണങ്ങളുള്ള സ്ഥാനാർത്ഥിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നതെങ്കിൽ നിർദ്ദയം നോ എന്ന് പറയാനും പ്രാക്ടിക്കലായി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അനീതിക്കും അന്യായത്തിനും നമ്മുടെ നേതൃത്വം അനുഭവിക്കേണ്ടി വന്ന അവഹേളനങ്ങൾക്കും വഞ്ചനകൾക്കും പരിഹാരമായി ഈ അവസാന നാളിൽ നമ്മുടെ മുന്നിലുള്ള മാർഗങ്ങളും അവസരങ്ങളും നന്നായി വിനിയോഗിക്കാൻ ഈ അവസരം നാം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അപ്പൊ എല്ലാം തുറന്നു പറഞ്ഞു. പ്രത്യേകിച്ച് ജബ്ബാർ ഹാജിയെ പോലെയുള്ള ആളുകളെ ഫോക്കസ് ചെയ്തിറങ്ങി. AP വിഭാഗത്തിന്റെ എല്ലാ ചാനലുകളും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി. കണ്ടോ നിങ്ങൾ? വളരെ കൃത്യമായി നമ്മൾ ആ വിഷയം ഇവിടെ പറഞ്ഞതാണ്. ഞാൻ മലപ്പുറത്തെ പ്രസംഗത്തിൻ്റെ പൂർണ്ണമായ ഭാഗമാണ്. ഓരോ ഭാഗങ്ങളും പ്രത്യേകം കേൾപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ കേൾപ്പിച്ചത്. അപ്പം 4 കാര്യം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതാണത്? ഒന്ന്, നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ വ്യാജ മുസ്ലിയാക്കന്മാരിറങ്ങി കുടുങ്ങി, തോറ്റു തൊപ്പിയിട്ടു. ആരെയാണ് അവർ പ്രത്യേകം ഫോക്കസ് ചെയ്ത് അവരൊക്കെ വിജയിച്ചു. അതിന് 3 ക്ലിപ്പുകൾ നമ്മൾ ഹാജരാക്കി. ആ ക്ലിപ്പിൽ ഒന്നിൽ സ്വാദിഖലി തങ്ങളെക്കുറിച്ച് കുത്തി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോ പറയണം, അത്തരം ആളുകൾക്ക് വോട്ട് കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞത് പ്രചരണ ഗോതയിൽ പറഞ്ഞതാണ്. ആ 3 എണ്ണമാണ് നമ്മുടെ തെളിവ്. സൽമാൻ മൗലവി ഇനിയെങ്കിലും അത് മനസ്സിലാക്കി. അതാണ് നമ്മുടെ രേഖ. അതിലാണ് നമുക്ക് സംസാരമുള്ളത്. അപ്പൊ പിന്നെ ജബ്ബാർ ഹാജിയുമായി ആ ഫോട്ടോ വെച്ച ക്ലിപ്പ് എന്തിനാ വെച്ചത്? അത് ഞാൻ അതിൻ്റെ ഉദ്ദേശം പറഞ്ഞു തന്നു. അത് എലക്ഷൻ്റെ മുമ്പും നിങ്ങൾ ആ ഗോതയിലുണ്ട് എന്ന് തെളിയിക്കാൻ. എലക്ഷനിലാണ് അത് പറഞ്ഞത് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായതാണ്. അതൊന്നും ഇനി വിശദീകരിച്ച് പറയേണ്ടതില്ല. എന്നിട്ട് ഞാൻ അവിടെ ചോദിച്ചിരുന്നു, താങ്കളുടെ നിലപാട് മാറ്റം എത്ര വ്യക്തമാണെന്ന്. ആ നിലപാട് മാറ്റം, അതിനൊരു പോസ്റ്റും ഞാൻ കാണിച്ചു കൊടുത്തു. ആ പോസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. അന്ന് യൂട്യൂബിൽ കണ്ടോ നിങ്ങൾ? എത്ര മനോഹരം! റബ്ബേ, ഞങ്ങളുടെ സയ്യിദന്മാർക്ക് ദീർഘായുസ് നൽകണേ. സൽമാൻ മൗലവി ഇട്ട, കരുളായിക്കാരൻ ഇട്ട ഒരു ഒരു പോസ്റ്റായിരുന്നു. ഞാൻ ചോദിച്ചിരുന്നു, മഹാനരായ സ്വാദിഖലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് എത്ര അപകടകരമായ വാദങ്ങളായിരുന്നു താങ്കൾ പറഞ്ഞു വച്ചത്. താങ്കൾ ആളുകളെ വഞ്ചിക്കുന്ന ആളാണ് സ്വാദിഖലി തങ്ങൾ. ആ ചിരിയിൽ വരെ ചതിയുണ്ട് എന്ന് പറഞ്ഞ താങ്കൾ എങ്ങനെയാണ് സ്വാദിഖലി ശിഹാബ് തങ്ങളെ തലപ്പാവ് അണിച്ചു കൊടുക്കുന്ന ഫോട്ടോ വിട്ട് ഞങ്ങളാണ് എന്ന് എങ്ങനെ പറയും? ഇതൊക്കെ ഞാൻ ചോദിച്ചതായിരുന്നു. അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അയാൾക്ക് തോന്നിയത് പറഞ്ഞു പോവാന്നല്ലാതെ മറുപടി പറയുന്ന സിസ്റ്റമൊന്നും അയാളെ അടുത്ത് വണ്ടേയില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്നിട്ട് ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിഞ്ഞിപ്പോൾ ആ പറഞ്ഞ കാര്യം തന്നെ സ്വാദിഖലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ചാണ് എന്ന് നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നൊക്കെ പുതിയ പ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വെച്ചുകൊടുത്തേക്ക്. എന്നൊക്കെ താങ്കൾ തുറന്നു പറഞ്ഞാൽ മതി. പിന്നെ താങ്കൾ പറയുന്നു ഇലക്ഷൻ പ്രചരണത്തിന് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ 3 ക്ലിപ്പ് ഞാൻ വേറെ പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ക്ലിപ്പിലും അതിന്റെ മറുപടി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇലക്ഷൻ രംഗത്ത് സുന്നികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവധാനം ഉണ്ടാക്കുക എന്ന നിലക്കുള്ള ഒരു സംസാരമാണ്. അത് പ്ലേ ചെയ്തുകൊണ്ട് സാദിഖലി തങ്ങളെ കുത്തിപ്പറയ, ജബ്ബാർ ഹാജിയെ പറ്റിപ്പറയ എന്നൊക്കെയാണ് താങ്കൾ അവിടെ ഗീർവാണം ഉന്നയിച്ചിരുന്നത്. ആ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ ആ ഓഡിയോ ക്ലിപ്പിൽ
ഈ പറയുന്ന ഒരു വ്യക്തിയുടെയും പേര് ഞാൻ പരാമർശിച്ചിട്ടില്ല, ഒരു പാർട്ടിയുടെ പേരും ഞാൻ പരാമർശിച്ചിട്ടില്ല. അതാണ് ഇപ്പൊ പുതിയ വിടൽ സൈറ്റ് വന്നതാ. മധ്യസ്ഥ റോളിൽ വന്ന് നമ്മുടെ പണ്ഡിതന്മാരെ ചതിക്കുന്ന ആള് എല്ലാ വിശേഷണവും അയാൾ ആരോപണമായി പറയുന്ന വിശേഷണം തങ്ങളയിലില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. സ്വാദിഖലി തങ്ങളെപ്പോലെയുള്ള നിഷ്കളങ്കരായ ഈ സമൂഹത്തിന് സേവനം മാത്രം ചെയ്യുന്ന ആളുകൾ, അവരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് തന്നെ വലിയ അബദ്ധം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇയാള് അവരുടെ സ്റ്റേജുകളിലും പേജുകളിലും തങ്ങളവരുകളെക്കുറിച്ച് പറയുന്ന ആരോപണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പേര് പറയണോ? അതിൻ്റെ അപ്പുറമുള്ളതൊക്കെ പറഞ്ഞു പോയില്ലേ. ഇപ്പം ഈ വാഫി പ്രശ്നം വന്നപ്പോൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ മധ്യസ്ഥ റോളിൽ വന്നത് ആരാന്നൊക്കെ മലയാളികൾക്കറിയില്ലേ. ഇനി അത് വേറെ പേര് പറഞ്ഞ് ഉറപ്പിക്കേണ്ടതുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരെ സംബന്ധിച്ചിടത്തോളം പച്ചയായ കള്ളത്തിൽ ഇപ്പം തോറ്റ് ആ വിഷയം അംഗീകരിക്കാനുള്ള മടി എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എന്തു പറയാനാണ്? ഒരു വിഷയത്തിലെ പരാജയം അത് അംഗീകരിക്കാൻ കഴിയണില്ല. എന്നിട്ട് കിടന്ന് ഉരുണ്ട് എവിടൊക്കെയോ എത്തി നിൽക്കുക. ഇനി അതിൽ പറയുന്നതിന് ജബ്ബാറാജിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞതും, അതും കൂടി കേൾപ്പിച്ചു കൊടുക്കുക. കൊണ്ടാണ് SMF സമ്മേളനത്തിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിന്റെ സെക്കൻഡുകളുള്ള ആ ക്ലിപ്പ് അവിടെ പ്ലേ ചെയ്യുന്നത്. ആ ക്ലിപ്പിൽ ജബ്ബാർ ഹാജിയുടെ ഫോട്ടോ ഒക്കെ ആരോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ക്ലിപ്പ് അവിടെ കേൾപ്പിച്ചിട്ട് കണ്ടോ ജബ്ബാർ ഹാജിക്കെതിരെ പ്രസംഗിക്കുന്നു എന്നാണ് ഇവൻ ആദ്യമായി ഉന്നയിച്ച ആരോപണം. ഇതിനെ നമ്മൾ പിടികൂടി. നമ്മൾ പറഞ്ഞു ആ പ്രസംഗം ഇലക്ഷൻ പ്രചരണ രംഗത്ത് പ്രസംഗിച്ചതല്ല. അപ്പോ ജബ്ബാർ ഹാജിയെ കുറിച്ചല്ല, ഇലക്ഷൻ സമയത്ത് ആണെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. അതൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. ജബ്ബാർ ഹാജി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിന് ഞാൻ കഴിഞ്ഞ ഖണ്ഡനത്തിൽ ഞാൻ പ്രതികരിച്ചിരുന്നു. എന്താ പ്രതികരിച്ച്? അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊടുത്ത്, പേര് കൊടുത്ത്, തമ്പനയും കൊടുത്ത് നിങ്ങളാണ് ഇറക്കിയത്. അതിനൊന്നും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അതൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്ക്. ഇവരെ വലിയ ചാനൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നവരെ ചാനലിൽ അവരുടെ ആളുകൾ തന്നെയാണ് ജബ്ബാർ ഹാജിയുടെ ഫോട്ടോ കൊടുത്ത് വിട്ടത്. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് താങ്കൾ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ തമ്പനയും കൂടി കാണിച്ചു കൊടുക്കും. അടുത്ത് അതിലൊക്കെ വളരെ കൃത്യമായി ആ വിഷയങ്ങൾ അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? സുപ്രഭാതം പൂട്ടിക്കാൻ നടന്ന ജബ്ബാറിനെ സമസ്തക്കാർ കരുതിയിരിക്കണം. ഇവൻ ജയിച്ചാൽ സമസ്തക്കൊരു ഗുണവും ഉണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾ തമ്പനയും കൊടുത്ത് നിങ്ങളുടെ ചാനലുകളാണ് ആ പ്രസംഗം പുറത്തുവിട്ടത്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ തവണ വിശദീകരിച്ചതല്ലേ. എന്ത് മറുപടി ഇയാൾ അതിന് പറഞ്ഞ്? ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അപ്പം ചുരുക്കത്തിൽ വളരെ വ്യക്തമായി 3 കാര്യങ്ങൾ ഞാനിവിടെ ആവർത്തിക്കുന്നു. ഒന്ന്, നമ്മളൊരു വിഷയം പറയുമ്പോൾ അതിൻ്റെ ആമുഖം പറയും ആദ്യം. എന്നിട്ട് വിഷയത്തോട് ബന്ധമുള്ള ഒരു തെളിവ് ആദ്യം ഉദ്ധരിക്കും. പിന്നെ നേർക്ക് നേരെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് അങ്ങനെയും പറയും. ഇനി കിതാബ് ഓതുമ്പോഴൊക്കെ എങ്ങനെയാണ് ഒരു അധ്യായം, ആ അധ്യായത്തിൻ്റെ പിന്നിൽ വരുന്നത് ആ അധ്യായവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ സൽമാൻ? ഈ കരളായിക്കാരൻ അതൊന്നും ചിന്തിക്കാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ മറുപടിയാവണമെന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇപ്പോൾ സ്വഹീഹുൽ ബുഖാരി തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തിൽ കാണാം, കൈഫക്കാന ബദുഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സമീപത്തേക്ക് വഹി വരിക അതെങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ച് പറയുന്ന അധ്യായം. അങ്ങനെ കാരണം പിന്നെ ആ ഹദീസിലേക്ക് കടക്കുമ്പോൾ അവിടെ ആദ്യം കൊടുത്ത ഹദീസ് ഏതാ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഇതിപ്പോൾ ഇങ്ങനെയുള്ള മൗലവിമാർ ഓതുകയാണെങ്കിൽ ഇപ്പം എന്താകല്? ഒരു അധ്യായം പറയുന്നു, ആ അധ്യായത്തിൻ്റെ നേരെ താഴെ വരുന്നത് എന്തായാലും വഹീൻ്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോകൂലേ? അല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ഒരു പൊതുവായ കാര്യം, അതിനതിൻ്റെതായ മുനാസബത്തുണ്ട്, അതിനുവേണ്ടി പറഞ്ഞതാണ്. എങ്ങനെയാണ് വഹീൻ്റെ തുടക്കമെന്നൊക്കെ അടുത്ത ഹദീസിൽ വിശദീകരിക്കും. ഇതുപോലെ ഞാൻ പറഞ്ഞു, ഒരു പ്രഭാഷകനുണ്ട്, എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ വിഷയം ആദ്യം പറയുന്നു, ആ വിഷയത്തിൻ്റെ തെളിവുകൾ പിന്നീട് ഉദ്ധരിക്കുകയും ചെയ്യുന്നു. തെളിവുകൾ ഉദ്ധരിക്കുന്നതിന് മുമ്പ് വ്യാപക അർത്ഥത്തിലുള്ള ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു സംഭവമോ പറഞ്ഞാൽ അത് ഒരിക്കലും ഇതിൻ്റെ നേരെ ദലീലായി വായിക്കരുത്. ഇതൊക്കെ ഒരു സാമാന്യ വിവരം ഉണ്ടായിരിക്കണം.
അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, അതിന് പ്രചരണവും നടത്തിയിട്ടുണ്ട്, അതിൻ്റെ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതാണ് 3 പ്ലേ ചെയ്തത്. ആ 3 കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആളുകൾ തന്നെ ഫോട്ടോ എല്ലാം ചെയ്ത് വിട്ടൊരു സംഗതി വിട്ടു, അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ ഉദ്ദേശം. വളരെ വ്യക്തമായി പറഞ്ഞു, ഒരു കളങ്കവും അതിലില്ല. ഇനി അവിടെ ഇട്ട ക്ലിപ്പൊക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിലാന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഹക്കീം അസ്ഹരി ഉൾപ്പെടെയുള്ള ആളുകൾ അവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഒരുപാട് കാലമായി മുസ്ലിം ലീഗിനെതിരെ അവർ ശക്തമായി രംഗത്തുണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പും ഞാൻ അവിടെ കേൾപ്പിച്ചിരുന്നു. ആ ക്ലിപ്പും കൂടി പറയുന്ന ഭാഗം കേൾപ്പിച്ചു കൊടുക്കും. ഒരു അഭിമുഖം, അതിൽ വന്ന ഒരു വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അയാൾ ശരിക്കും പറയുന്നുണ്ട്, ഇവിടെ മുസ്ലിം ലീഗിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അയാൾ സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് ഒന്ന് കേൾക്കി, എന്താ പറയുക ലക്ഷ്യം വ്യക്തമാണ്. കേരളത്തിൽ ഇനി ഏത് ഗവൺമെന്റ് ആയാലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും മുസ്ലിങ്ങൾക്ക് കിട്ടുന്നില്ല. ഗവൺമെന്റ് ലീഗ് ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണോ? ലീഗ് ഭരിക്കുന്നത് കൊണ്ടാണ് കിട്ടാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. ലീഗ് കൊണ്ട് അങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായൊരു നേട്ടമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും ഒക്കെ സമസ്ത ഉണ്ടാക്കിയതാണല്ലോ. അതുപോലെ MES പോലുള്ള സംഘടനകൾ ഉണ്ടാക്കിയതാണല്ലോ. ലീഗ് ഭരിച്ചത് കൊണ്ട് എന്താ പ്രത്യേകിച്ചുണ്ടായിരുന്നു? പക്ഷേ സമസ്തയായി രാഷ്ട്രീയ സമസ്ത തന്നെയാണ്. ഇതിപ്പോ ഞാൻ ഹക്കീം അസ്ഹരി മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു ക്ലിപ്പ് ഞാൻ അവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. ഹക്കീം അസ്ഹരിയുടെ വിഷയം പറയുന്നതിന് മുമ്പ്. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതാ അല്ല, അത് അതിനു മുമ്പ് പറഞ്ഞൊരു സംഭവമാണ്. ഇതുപോലെയാണ് സൽമാൻ അസ്ഹരിയുടെ അല്ലെങ്കിൽ സൽമാൻ മൗലവിയുടെ ആ ക്ലിപ്പും ഞാൻ കേൾപ്പിച്ചത്. ഇത് വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് ബുദ്ധിയും വിവേകമുള്ള ആർക്കും തിരിയുന്ന രൂപത്തിലാണ് നമ്മൾ പറഞ്ഞതെന്ന്. പിന്നെ അയാൾ വന്നിങ്ങനെ ഉരുണ്ടുമറിഞ്ഞ് ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ, പിന്നെ ജബ്ബാർ ഹാജിയുമായി ബന്ധപ്പെട്ട ഈ പ്രസംഗം പ്ലേ ചെയ്തപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതതിൻ്റെ ആമുഖമായി പറഞ്ഞൊരു ഭാഗം കാണിച്ച്, അതിൻ്റെ രേഖകൾ ഇനി വരുന്നുണ്ട്. അത് ഞാൻ 3 അതിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആമുഖമായി കാണിച്ചതാണ് ഈ ക്ലിപ്പ്. ഇതൊക്കെ ആർക്കും മനസ്സിലായി, കൂടുതൽ വിഷയങ്ങളൊന്നും പറയേണ്ടതില്ല. ഇതൊക്കെ നിങ്ങളാരോ പറ്റിച്ചതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പുതിയ കൂട്ടുകാരുണ്ടല്ലോ, ഓലാണ് നിങ്ങളെ ഇടങ്ങാറാക്കണം. ഓലെന്തോ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ ഇറങ്ങിക്കോളി, ഇവർ കളവ് പറയും എന്ന് സ്ഥിരപ്പെടുത്തി പോയാൽ മതി. അത് കേട്ട് ചാടി ഇറങ്ങിയതാ. ചാടി ഇറങ്ങി കുടുങ്ങി. നമ്മളാണെങ്കിലോ ഇയാളൊന്ന് വന്നു കിട്ടലേ നമ്മളെ ആവശ്യവും. അപ്പം ഞങ്ങളൊരു കളവും പറഞ്ഞിട്ടില്ല. കളവ് പറയാത്ത സംഭവത്തെ കളവാക്കുന്നതാണ് ഏറ്റവും വലിയ കളവ്. ഇപ്പം കഴിഞ്ഞ തവണ തന്നെ ഇയാൾ വന്നപ്പോൾ വലിയ കളവായി കൊണ്ടുവന്നിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ മറന്നോ? കഴിഞ്ഞ മറുപടിയിൽ അയാൾ തൊട്ടിട്ടില്ല. അത് കേൾപ്പിച്ചു കൊടുക്കുക. വരുമ്പോൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട വിചാരിച്ചു. അപ്പോൾ കേരളയിലുള്ള എന്തൊരു സൽമാൻ അസ്ഹരി ഉണ്ട്, അയാളെ ക്ലിപ്പ് നമ്മൾ ഇട്ടിരുന്നു. അയാളെ നമ്മളാദ്യമായിട്ട് എന്തോ പറഞ്ഞതല്ല, ശരിക്കും മനസ്സിലാക്കണം. അയാൾ 2-3 ക്ലിപ്പുകളിലായി നമ്മളെ ചൊറിയാൻ നടക്കുകയാണ്. അദ്ദേഹം പലരെയും സപ്പോർട്ട് ചെയ്ത് നമ്മളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് 2-3 ക്ലിപ്പിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെ പ്രതികരിക്കാൻ പോയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവൻ മറുപടി പറഞ്ഞ് തുടങ്ങുന്നത് തന്നെ കളവാണ്. ഞാൻ അവരെ 2-3 ക്ലിപ്പുകളിലൂടെ നിരന്തരമായിട്ട് ചൊറിയാൻ ചെന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്നെ പരാമർശിച്ചുകൊണ്ട് മലപ്പുറത്തുനിന്ന് പ്രസംഗിച്ചത് എന്നാണ് ഇപ്പൊ പറയണത്. ഞാൻ നിങ്ങൾക്കെതിരെ ഇത് നമ്മൾ പറഞ്ഞ ഒരു കളവായിട്ടാണ് അയാൾ കഴിഞ്ഞതിൻ്റെ മുമ്പുള്ള പ്രസംഗത്തിൽ കൊണ്ടുവന്നത്. അയാൾ നമ്മളെ ചൊറിയാൻ വന്നതുകൊണ്ടാണ്, 2-3 ക്ലിപ്പുകളിൽ നമ്മളെ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ മറുപടി പറയുന്നത് എന്ന് പറഞ്ഞത് കളവാണ്. ഞാൻ അങ്ങനെ തീരെ ചൊറിയാൻ പോയിട്ടില്ല എന്നല്ലേ ഇയാൾ പറഞ്ഞിരുന്നത്. വെല്ലുവിളിച്ചൊക്കെ വന്നിരുന്നു. എവിടെ തെളിയിക്കലിൻ്റെ ബാധ്യതയാണ്. നമ്മൾ തെളിവാണ് കൊടുത്ത്. ഒന്ന്, നമ്മൾ സംഘടനയെ ചതിച്ചു. സംഘടനയിലുള്ള കാലത്ത്, പഴയ സംഘടനയിലുള്ള കാലത്ത് ചതിച്ചു എന്ന് പറയുന്ന ഭാഗം, നമ്മളെ പേരെടുത്തുകൊണ്ട് തന്നെ പറയുന്ന ഭാഗം, അങ്ങനെ നൗഷാദ് ഹസനിക്ക് മറുപടി എന്നുള്ള ഹെഡിങ് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മളെ പേര് പറഞ്ഞ് ഇവരെ ഒന്നും ഇങ്ങോട്ട് താഴോട്ട് ഇറക്കാൻ പറ്റൂല, വഞ്ചകരാണ് എന്ന് പറയുന്ന ഭാഗം കൽപ്പിച്ചു. അതേപോലെ തന്നെ പിന്നീട് സൂഫി ഖവാലിയുമായി ബന്ധപ്പെട്ട്
മാനന്തവാടിക്കാരനെ സപ്പോർട്ട് ചെയ്ത് നമുക്കെതിരെ പറഞ്ഞ ഭാഗം ഞാൻ കേൾപ്പിച്ചു. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ. അപ്പം ആദ്യത്തെ കളവ് എന്ന് പറഞ്ഞത് പൊളിഞ്ഞ് ഇപ്പം കഴിഞ്ഞ പ്രസംഗത്തിൽ മൗനം പാലിച്ച ആ വിഷയമുണ്ടല്ലോ, അതിന് മുമ്പ് നമ്മൾ കളവ് പറഞ്ഞു ഇയാൾ പ്രചരിപ്പിച്ചത് അതും കളവാന്ന് മനസ്സിലായി. അപ്പോൾ ഏതായാലും നമ്മൾ പറയുന്ന വിഷയം വളരെ കറക്റ്റാണ്. കളവാക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അത് നടക്കൂല. ഞങ്ങൾ എന്തിനാണോ ഒരു ക്ലിപ്പ് വെക്കുന്നത് അതിൻ്റെതായ ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ അത് ക്ലിയറാണ്. പിന്നെ നിങ്ങളുടെ ആളുകൾ തന്നെയാണ് അത് ഇന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ വെച്ച് തന്നത്. അതുകൊണ്ട് ആ വിവാദം കൃത്യമായി തന്നെ ഞങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എന്ന് ഇവിടെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അയാൾ പറയുന്ന മറ്റു ഒന്ന് രണ്ട് വിഷയങ്ങളിലേക്ക് വരാം. അയാൾ പറയുന്നുണ്ട് എന്തായാലും ഈ സംസാരങ്ങളെ കൊണ്ട് വലിയ ഫലമുണ്ടായി എന്നാണ്. അദ്ദേഹവും നമ്മളും തമ്മിൽ നടക്കുന്ന ഈ ഖണ്ഡനം അതുകൊണ്ട് വലിയ കാര്യമുണ്ടായി എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം എന്ന് പറയുന്നത് കേട്ടോളൂ. കളവിൽ നിന്ന് കളവിലേക്ക്, ഒരു കളവിനെ ന്യായീകരിക്കാൻ വീണ്ടും കളവ് പറയാം. ഇനിയും ഇത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ എന്താണ് ഇനി ചികിത്സ? ഇത് അസ്വഹാബുൽ വഖത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് എന്നാണ് ഇവൻ പറയുന്നത്. ഏതായാലും ഈ സംസാരങ്ങളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഈ സംസാരങ്ങളെ കൊണ്ട് ഒന്ന് രണ്ട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, AP വിഭാഗത്തില് ഈ സംവാദ രംഗത്തും ഖണ്ഡന രംഗത്തും ഒക്കെ സജീവമായ പല പണ്ഡിതന്മാരുണ്ട്. ഈ പണ്ഡിതന്മാരൊക്കെ എന്തുകൊണ്ടാണ് ഇവനെ പരിഗണിക്കാത്തത് എന്ന് നമ്മളെ സുഹൃത്തുക്കളെ നമുക്ക് സംസാരിക്കുമ്പോൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനുള്ള മറുപടി ഒന്ന് ഇത് തന്നെയാണ്. ഇവനോട് സംസാരിക്കണമെങ്കിൽ ഇതാണ് അവസ്ഥ. 2 ദിവസം മുമ്പ് ഓൻ പ്രസംഗിച്ചതിനെ നേരെ നിഷേധിച്ചുകൊണ്ട് പച്ചയായിട്ട്, അതായത് അയാളിപ്പോ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ആ അവസ്ഥ കണ്ടിട്ടാണ് AP വിഭാഗത്തിലെ പ്രഭാഷകരും മറുപടി പറയുന്നവരൊന്നും നമ്മളോട് പ്രതികരിക്കാത്തത്. അതപ്പോൾ അയാൾ പറഞ്ഞു വരുന്നത്. പിന്നെ ഇപ്പം എങ്ങനെയല്ലേ പറയാൻ അയക്കാവൂ? AP വിഭാഗത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയോ? കരുളായിക്കാരൻ മൗലവി ഓല് ഞങ്ങളോട് പ്രതികരിക്കൂല എന്ന് പറഞ്ഞ് നടന്നു കുറേ കാലം. ഞങ്ങൾ സിംഹമാണ്, ഞങ്ങൾ പ്രതികരിക്കൂല, ഞങ്ങൾ അത്രയും ഉഷാറാണെന്നൊക്കെ പറഞ്ഞ് നടന്നു നോക്കി കുറച്ച് കാലത്തേക്ക്. പക്ഷേ നമ്മുടെ ശക്തമായ മുന്നേറ്റം അങ്ങ് നടന്നപ്പോൾ സിംഹമാണ് എന്നുള്ളിടത്തു നിന്നൊക്കെ വിട്ട് പിന്നെ ഞങ്ങൾക്ക് മറുപടി പറയലല്ലാതെ പോൽക്കെന്താ പണി? പേരോട് എവിടെ പ്രസംഗിച്ചാലും മറുപടിയല്ലേ, ഇരുത്തേണ്ടിടത്ത് ഇരുത്തു. ഇതൊക്കെ പറയുന്നത് ആരോട്? അയാൾ ഏത് ലോകത്ത് നീച്ചു വരിക? ഈ ലക്കം സുന്നി വയസ്സിൽ പോലും അഹ്ലുസുന്നത്തി വൽ ജമാഅയായ അഹ്ലു സൂഫിയത്ത് പറഞ്ഞതിന് മറുപടി ഉണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ അലവി സഖാഫിയെ പോലെയുള്ളവരൊക്കെ എത്ര മറുപടികൾ എന്തെല്ലാം ആയിട്ട് രംഗത്ത് വന്നുവിടെ. അതൊന്നും ഈ കരുളായിക്കാരൻ അറിഞ്ഞിട്ടില്ല. ഏത് ലോകത്തെ ആളൊക്കെ ഇരിക്കണ്? ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. അലവി സഖാഫി നമ്മളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ കണ്ടോ? ബേജാറാലി ഒരു പ്രത്യേക അറിയിപ്പ് എല്ലാവരോടും പറയാണ്ട്, ഇനി നടക്കുന്ന എല്ലാ മുഖാമുഖങ്ങളിലും കുരുവട്ടൂരിസത്തെ കുറിച്ച് 3 ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടാവുന്നതാണ് എന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. അപ്പൊ ഇനി അടുത്ത മുഖാമുഖങ്ങളിൽ 3 ചോദ്യം 5 ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും. ജാഗ്രത എന്നറിയിക്കുന്നു. മറ്റൊരു വിഷയം ചോദിക്കാനുള്ളത്, പല ആളുകളും നമ്മളെ ഏറ്റുമുട്ടാൻ വന്നിട്ടുണ്ട് കേരളക്കാര. 3 ചോദ്യം എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത മുഖാമുഖത്തിൽ ചോദ്യം അങ്ങോട്ട് വന്നപ്പോൾ അത് ചോദിക്കരുത് എന്നും പറഞ്ഞു. ഇനി ഈ ബക്കാരത്ത് നീക്കിയിട്ട് വേലക്കാരെന്ന് പറഞ്ഞു അലി സഖാഫി. ആരാ നമുക്കെതിരെ വന്നത്? ചെറുമോത്ത് സഖാഫി വന്ന് നോക്കി, ഞാനിതാ ഖണ്ഡനം തുടങ്ങുകയാണെന്ന് പറഞ്ഞു. പോട്ടെ, ഈ കരുളായിക്കാരൻ അയാൾക്കറിയുന്നതല്ലേ MT ദാരിമി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ പിശാചി വരും എന്ന് പറഞ്ഞു വന്നില്ലേ? ഞങ്ങളതിനെ ഗണ്ണിച്ചില്ലേ? അപ്പം ഇത് സ്ഥിരമായി ഇവിടെ നടക്കുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ ആദർശപരമായിട്ടാണ് പറയുന്നത്. അതിനെ പ്രതിരോധിക്കാൻ പലരും വന്നു നോക്കി. ഒരാൾ 88 ക്ലിപ്പന്നെ ഇറക്കി, എപ്പിസോഡ് വാളക്കുളത്തുകാരൻ. ഇതൊന്നും താങ്കൾ അറിഞ്ഞില്ലേ? പുതിയ കൂട്ടുകാരോടൊന്ന് ചോദിച്ചാൽ മതി. പക്ഷെ ഒക്കെ നിർത്തിപ്പോയി. ഇപ്പം 88 കാരനിപ്പോൾ വന്നിരുന്നു.
പിന്നെ ഇനി 89 കണ്ടിട്ടില്ല, വേഗം വരണം. അതൊക്കെ ചെറുമോത്ത് ഒറ്റ ക്ലിപ്പാർക്കിയത്. അലവി സക്കാഫി 1-2 മുഖാമുഖങ്ങളിലാണ് പറഞ്ഞത്. പേരോടിങ്ങനെ പിന്നെ നിരന്തരം മാറി മറിയുകയാണ്. ചിലപ്പോൾ സിംഹമാകും, ചിലപ്പോൾ കൽബുമാകും. അപ്പം ഇത് ഞങ്ങളുടെ ആദർശപരമായ മുന്നേറ്റം. ഇപ്പം നമ്മളും തമ്മിലുള്ള പ്രശ്നം എന്താ? ഞങ്ങൾ പാണക്കാട് സാദാത്യങ്ങളെ മധുഹ് പറഞ്ഞു എന്നതല്ലേ, വേറെ ഇപ്പം നമ്മൾ തമ്മിൽ തെറ്റൊന്നുമില്ലല്ലോ. ആ ഒറ്റ കാരണത്താൽ നമ്മളെ നിങ്ങൾ എതിർത്തു. അല്ലാതെ എന്ത് തെറ്റാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഇവിടത്തെ വിഷയം, നമ്മളൊരു വിഷയത്തിന് ക്ലിപ്പിടുമ്പോൾ ഇന്ന വിഷയമാണ് അത് എന്ന് വിശദീകരിച്ച് കഴിഞ്ഞാൽ പിന്നെയും അതിൽ കടിച്ചു തൂങ്ങണ്ട. ക്ലിപ്പ് ഇല്ലല്ലിട്ട് ഞാനല്ലേ. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം ഇന്നതാണ്. ആ പറഞ്ഞതിൻ്റെ തെളിവ് അടുത്ത 3 ഇതൊക്കെ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നാൽ അതങ്ങോട്ട് അംഗീകരിച്ചാൽ മതി. കള്ളത്തരം പറയാനില്ല, അതൊന്നും ഇവിടെ വിഷയമല്ല. കള്ളത്തരം പറയുന്നവരാരാ? അത് കളവ് പറയാത്തവരെ കുറിച്ച് കളവ് പറയുന്നവരാണ് എന്ന് പറയലാണ് വലിയ കള്ളത്തരം. ഏതുപോലെ ഹബീബായ ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് കദ്ദാബ് എന്നല്ലേ മുശ്രിക്കുകൾ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി. വളരെ വ്യക്തമാണ് ഓരോ കാര്യങ്ങളും. ഇനി അവിടെ കഴിഞ്ഞ തവണ ഞാൻ അദ്ദേഹം AP വിഭാഗത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞ ചില സംഗതികൾ കേൾപ്പിച്ചിരുന്നു. AP വിഭാഗത്തിനെ സംബന്ധിച്ച് AP അബൂബക്കർ മുസ്ലിയാർ ഗ്രാൻഡ് മുഫ്തിയാണ് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് അതുപോലെയുള്ള ചില സംഭവങ്ങൾ ഞാൻ നേരിട്ട് കേൾപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങളങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ പൊറുക്കാനും മറക്കാനും ഞങ്ങൾ സന്നദ്ധരായ സമയമാണിത്, വിഷയം മാറ്റാൻ ശ്രമിച്ചതാണ് എന്ന് തുടങ്ങി അദ്ദേഹം നമ്മളെ പേരിൽ ആരോപണം ഉന്നയിക്കുകയും ഒരു കുമ്പസാരം നടത്തുകയും ചെയ്യുന്നു. 2 കാര്യം അവിടെ ശ്രദ്ധിക്കണം. നമ്മളെക്കുറിച്ച് അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ മുമ്പ് പറഞ്ഞതൊക്കെ ഡിലീറ്റ് ആക്കുന്ന ആളുകളാണ്, ഞങ്ങളേതായാലും അങ്ങനല്ല. അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ AP വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ പൊറുക്കാനും മറക്കാനും ഞങ്ങളൊക്കെ തയ്യാറായ സമയമാണ്. അതിനല്ലേ ഡിലീറ്റ് ആക്കൽ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അതേ ആരോപിക്കപ്പെട്ട സംഗതിയിൽ അയാൾ എത്തിപ്പെട്ടു. കേട്ടോളൂ അയാളെ കഴിഞ്ഞ പ്രസംഗത്തിലെ ഭാഗം. തോന്നിയത് ഓരോന്ന് വിളിച്ചു പറയാണ് എന്ന് സമ്മതിക്കുക. ഇതൊന്നും അല്ലാതെ നിങ്ങൾ അവിടെ ഇനിയിപ്പോ ഒരു 3 മണിക്കൂർ എൻ്റെ പഴയ കാല പ്രഭാഷണം മുഴുവനും AP വിഭാഗത്തിനെതിരെ ഞാൻ പ്രസംഗിച്ച എല്ലാ പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ എൻ്റെ പഴയ കാലത്തെ മുഴുവൻ പ്രഭാഷണങ്ങളും നിങ്ങൾ അവിടെ പ്ലേ ചെയ്താലും ഇതിന് അത് മറുപടിയാവില്ല. ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ട് ഈ വിഷയത്തിൽ നിന്നൊന്നാണ് തെറ്റിക്കാം എന്ന ആ താങ്കളുടെ ആ ഒരു സ്ഥിരം നമ്പറില്ലേ, അത് വരെ പോവില്ല. ഗണ്ണനം പഠിപ്പിക്കാൻ, എനിക്ക് ഗണ്ണനം പഠിപ്പിക്കാൻ തൽക്കാലം നൗഷാദ് ആയിട്ടില്ല. അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുറെയൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് തീരുമാനമാക്കിയിട്ട് AP വിഭാഗത്തിനെതിരെ ഞാൻ പ്രസംഗിച്ച ക്ലിപ്പുകളോ നീ ഉന്നയിക്കുന്ന ആരോപണങ്ങളോ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതിനൊന്നും എനിക്ക് യാതൊരു വിരോധമല്ല. എന്താണെങ്കിലും 2020 വരെ ഞാൻ പ്രസംഗിച്ച എൻ്റെ പ്രസംഗങ്ങളൊന്നും എനിക്കെതിരെ തെളിവായിട്ട് കൊണ്ടുവരരുത്, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ AP വിഭാഗത്തിനെതിരെ എൻ്റെ പഴയ കാലത്തെ പ്രഭാഷണങ്ങൾ പ്ലേ ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ തീരുമാനമാവില്ല. AP വിഭാഗത്തിനെ എനിക്കെതിരെ തിരിക്കാം എന്ന് വ്യാമോഹമാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പരസ്പരം പൊറുക്കാനും മറക്കാനും കഴിയുന്ന അവസ്ഥയിൽ ഇന്ന് കേരളത്തിലുള്ള സുന്നി സമൂഹം എത്തിയിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് താങ്കൾ ആ ക്ലിപ്പുകൾ ഇനി വീണ്ടും വീണ്ടും കുറെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്. എല്ലാ ക്ലിപ്പും പ്ലേ ചെയ്താലും ആ ക്ലിപ്പുകളും ആ പ്രസംഗങ്ങളും വീണ്ടും ആളുകൾ കേൾക്കും എന്നതിൽ കവിഞ്ഞ് പ്രത്യേകിച്ചൊരു ഗുണമൊന്നും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ടായിട്ടുണ്ട്. എന്താ പറഞ്ഞയാള്, എന്താ പറഞ്ഞു വന്നത് ശ്രദ്ധിച്ചോ നിങ്ങൾ? നമ്മളോട് പറയാണ്, നിങ്ങൾ വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്ത് വിഷയം മാറ്റാൻ ശ്രമിക്കുന്നു? എന്തിനാണ് ഞങ്ങൾ AP വിഭാഗത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞ ക്ലിപ്പുകൾ അവിടെ പ്ലേ ചെയ്യിപ്പിക്കേണ്ടി വന്നത്? ഇയാൾക്ക് ആരണന്റെ ബുദ്ധിയാണ്. അതാണ് ഇപ്പോൾ വല്ലാത്ത ഇടങ്ങാറ്. പറഞ്ഞത് തീരെ ഓർമ്മ നിൽക്കണില്ല.
കഴിഞ്ഞ തവണ നമ്മളോട് ചോദിച്ച പല ചോദ്യങ്ങളും ഇപ്പം മൂപ്പരെ ഹിസ്റ്ററിയിൽ തന്നെയല്ല. എവിടെ 2-3 ക്ലിപ്പ് ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു വന്നിരുന്നു. ക്ലിപ്പാണ് കിട്ടിയപ്പോൾ അതിനെക്കുറിച്ചൊരു മിണ്ടാട്ടില്ല. ഇപ്പം AP വിഭാഗത്തിനെതിരെ പറഞ്ഞ ക്ലിപ്പ് ഞാൻ വെച്ചപ്പോൾ അയാൾ പറയാ നിങ്ങൾ വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണ് എന്ന്. കരുളായിക്കാരൻ മൗലവി, എന്തിനാ ഞങ്ങളത് ആ ക്ലിപ്പ് വെച്ചതെന്നറിയോ? നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആരോപണം പറഞ്ഞു. എന്താണ് ആരോപണം? ഞങ്ങൾ വ്യക്തിഹത്യ നടത്തുകയാണ്. AP വിഭാഗത്തിനെതിരെ നടത്തുന്നത് വ്യക്തിഹത്യയാണ്, ആദർശപരമായ പോരാട്ടമല്ല എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ അതിനോട് പ്രതികരിച്ചതാണ് ഞങ്ങൾ. അല്ല, ഞങ്ങളെ വകയിൽ എന്തോ പറഞ്ഞതല്ല. അത് അയാൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. അല്ല, ഇവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഇവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ AP സംഘടന എങ്ങനെയെങ്കിലും തകർക്കണം. AP സംഘടനയിൽ ഇവനെ പുറത്താക്കാൻ മുൻപന്തിയിൽ നിന്ന പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാനും അത് ഇവന്റെ സംസാരവും പ്രസംഗവും കേട്ടാൽ മൂക്ക് കീപ്പട്ടായ ഏതൊരു മനുഷ്യനും മനസ്സിലാവും. ഭയങ്കരമായ വ്യക്തിവിരോധത്തിൽ നിന്നുള്ള എന്തോ ഒരു പക തീർക്കുന്ന സംസാരമാണ് ഇവർ നടത്തുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് താങ്കൾ AP വിഭാഗത്തിനെ കുറിച്ച് പറഞ്ഞത് കേൾപ്പിക്കേണ്ടി വന്നത്. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, താങ്കൾ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് വ്യക്തിപരമായിരുന്നോ ആദർശപരമായിരുന്നോ? ഇനി എന്താ താങ്കൾ പറയാൻ ബാക്കി? ഗ്രാൻഡ് മുഫ്തി എന്ന പദത്തെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, കാന്തപുരം എന്ന ചെറിയ മഹലിൽ പോലും ഇയാൾ മുഫ്തിയല്ല, ഇയാൾ ഫത്വ കൊടുത്തൊരു സംഭവം ലോകത്തില്ല, പിന്നെങ്ങനെ മുഫ്തിയായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളത്തരം പറയുന്ന ആളാണ്. ഹബീബായ തങ്ങളുടെ പേരിൽ തന്നെ നുണ പറയുന്ന ആളുകളെ എങ്ങനെ സ്വീകരിക്കും? ഇതൊക്കെ നിങ്ങൾ പറഞ്ഞത് വ്യക്തിപരമാണോ ആദർശപരമാണോ എന്ന് ചോദിക്കാനാണ് താങ്കളുടെ ആ പ്രസംഗങ്ങളൊക്കെ ഞങ്ങൾ വിട്ടെന്ന്. ഞങ്ങൾ വിഷയം മാറ്റിയില്ല. നിങ്ങൾ തൊടുമ്പോൾ ശ്രദ്ധിക്കണം, പറയുമ്പോൾ ശ്രദ്ധിക്കണം. പറയുമ്പോൾ ഈ വാക്ക് പറഞ്ഞാൽ മറുപടി വരും. മറുപടി കൃത്യമായി പറയാനല്ലേ ഞങ്ങൾ ഖണ്ഡനം നടത്തുന്നത്. അപ്പോൾ ഒന്നവിടെ. പിന്നെ അയാൾ നമ്മളെക്കുറിച്ച് പറയണത് ഞാൻ ആദ്യകാലത്ത് പ്രസംഗിച്ചതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയൂല. ഞങ്ങൾ ഏത് വിഷയമാണ് ഡിലീറ്റ് ആക്കിയത്, ഏതാണ് തിരുത്തിയത്, ഇതൊക്കെ കൃത്യമായി ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ. കൂടെ നിൽക്കുന്ന സമയത്ത് ഉണ്ടായ ചില ധാരണകളും വിശ്വാസങ്ങളും തിരുത്തേണ്ടതായി വന്നിട്ട് ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. PK ഉസ്താദിനെ കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങൾക്ക് ആ സംഘടനയിൽ നിന്ന് പറഞ്ഞു തന്നതല്ല, ഇപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അന്ന് EK ഉസ്താദിനെതിരെ പറഞ്ഞ ഏതെങ്കിലും പ്രസംഗം കൊണ്ടുവന്ന് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഞങ്ങൾ എണ്ണി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതല്ല അതിൻ്റെ കൗതുകകരമായ സംഭവം. അയാൾ പറയുകയാണെന്ന് ഞങ്ങൾ അങ്ങനെ ഡിലീറ്റ് ആക്കുന്ന ആളുകളൊന്നുമല്ല, ഡിലീറ്റ് ആക്കുന്ന ആളുകളൊന്നും എന്ന് പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പ് ഇയാൾ പറഞ്ഞു, പിന്നെ ഞങ്ങൾ നല്ലോണം പറഞ്ഞിട്ടുണ്ട് AP വിഭാഗത്തിനെതിരെ, പക്ഷെ ഇപ്പം ഞങ്ങൾ അന്ന് പറഞ്ഞതൊക്കെ പൊറുക്കാനും മറക്കാനും സന്നദ്ധമായിരിക്കുന്ന സമയമാണ് എന്ന് ആർക്കാ അറിയാത്തത്. അപ്പോൾ ഒരു കുംഭസാരം, നേരത്തെ പറഞ്ഞതൊക്കെ പൊറുക്കുകയാണ്, മറക്കുകയാണ്. അവ നേരത്തെ പറഞ്ഞത് ആദർശപരമായ വിഷയങ്ങളല്ല എന്നാണോ കരുളായിക്കാരൻക്ക് പറയാനുള്ളത്? വ്യാജമുടി കൊണ്ട് വന്നു, അതുകൊണ്ട് ചൂഷണം നടത്തി, ഇതല്ലേ താങ്കൾ പറഞ്ഞ ഒരു ക്ലിപ്പ്? അതെങ്ങനെ നിങ്ങൾ പൊറുക്കൽ? അത് ഞങ്ങൾക്ക് അറിയേണ്ടിയുണ്ട്. നിങ്ങൾ തുടങ്ങി വെച്ചതാണ്, തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. വ്യാജമുടി കൊണ്ടുവന്നു നിങ്ങളാ പറഞ്ഞേ, അതെങ്ങനെ നിങ്ങൾ പൊറുക്കൽ? ഓലിപ്പുലോ അയിലല്ലേ ഉള്ളത്? പേരൊണ്ണ വിട്ടേക്ക്, അവിടെ ഉള്ള കുറച്ചാൾക്കെങ്കിലും വിശ്വാസം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഗ്രാൻഡ് മുഫ്തി കള്ളത്തരാണ്, എന്താ വേൾഡ് മുഫ്തി തന്നെ ആക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. അത് നിങ്ങൾ പുറത്തോ? അതോ രണ്ടാലൊന്നും സംഭവിക്കണം. ഒന്നുകിൽ മൂപ്പര് ഗ്രാൻഡ് മുഫ്തിയാന്ന് നിങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഗ്രാൻഡ് മുഫ്തി അല്ല എന്ന് മൂപ്പര് പറയണം. രണ്ടും ഉണ്ടായില്ല. അപ്പോൾ വ്യക്തിപരമായി നിങ്ങൾ പറഞ്ഞതും ആദർശപരമായി പറഞ്ഞതും പൊറുക്കുകയും മറക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് താങ്കളുടെ
ചില ക്ലിപ്പുകൾ കൂടി ഇവിടെ കേൾപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ അങ്ങനെയാണ്ട് മറന്നാലോ, അങ്ങനെ അങ്ങോട്ട് പൊറുത്താലോ അതൊന്നും നടക്കൂല മൗലവി. ഇവിടെ 89 മഹാനരായ കണ്ണിയത്തുസ്താദും ശംസുൽ ഉലമയും നേതൃത്വം നൽകുന്ന സമസ്തയിൽ നിന്ന് AP വിഭാഗം പോയി എന്ന് മാത്രമല്ല, സമാന്തര സംഘടനയുണ്ടാക്കി കണ്ണിയത്തുസ്താദ് പ്രസിഡന്റായ സമയത്ത് പ്രസിഡന്റായി ഉള്ളാൾ തങ്ങളെ അവരോധിച്ചു, സെക്രട്ടറിയായി AP അബൂബക്കർ മുസ്ലിയാരെ അവരോധിച്ചു. ഇത് രണ്ടും എങ്ങനെ സംഭവിച്ചു? എന്താണ് ഇതിൻ്റെ ന്യായം? എന്താ കണ്ണിയത്തുസ്താദിൻ്റെ കുഴപ്പം? എന്താ EK ഉസ്താദിന് അന്നുണ്ടായിരുന്ന കുഴപ്പം? ഇത് വിശദീകരിക്കണമെന്ന് താങ്കൾ എത്ര സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്? ഈ കാര്യം പൊറുക്കാൻ പറ്റിയതാണോ മറക്കാൻ പറ്റിയതാണോ സൽമാൻ പറയണം. ഇതങ്ങനെ വിടാൻ പോണില്ല. നിങ്ങളെ ഊരാ കുടുക്കിലാ കുടുങ്ങിയത്. നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വ്യക്തിഹത്യ ചെയ്യുന്നവരാണ്, ലക്ഷ്യമില്ല, ആദർശ വിഷയമല്ല. ഞങ്ങളതിനോട് പ്രതികരിച്ചു. ഞങ്ങൾ പറയുന്ന വിഷയങ്ങൾ ഞങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞിരുന്നു അത് ആദർശപരമാണ്. ഇവിടെ എത്തുമ്പോൾ മാത്രം ഇങ്ങനെ അത് ആദർശപരമല്ലാതാകുക. നമുക്ക് സൽമാൻ കരുളായിയുടെ ചില ക്ലിപ്പുകളിലേക്ക് വരാം. പുതിയ ക്ലിപ്പാണ്. കഴിഞ്ഞ തവണ ഇട്ടൊന്നും ഞാൻ ഇടുന്നില്ല, കൂടുതലിടണമില്ല. ചെറിയ ചില നീ പൊറുക്കാനല്ലേ, പൊറുക്കാനുള്ളതല്ലേ. ഇനിയിപ്പോൾ ഏത് കേട്ടാലും നിങ്ങൾക്ക് വിഷയമല്ലല്ലോ, കേൾക്കാൻ റെഡിയായി നിന്നോളൂ. സൽമാൻ നസരി അയാളെ കൊണ്ടെടുക്കുന്ന ആളുകളുണ്ടല്ലോ. അയാളൊരു ക്ലിപ്പ് വിട്ടാൽ ജിഫ്രി തങ്ങൾ പാപ്പാൻ്റെ ആളുകളോ സ്വാദിഖലി തങ്ങൾ പാപ്പാൻ്റെ ആൾ ഇവരാരുമല്ല ഇത് ഷെയർ ചെയ്യുന്നത്. ഈ ഓൺലൈനിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന AP കുട്ടികൾ, അവരോടാണ് അന്ന് സൽമാൻ കരുളായി ചോദിച്ച ചോദ്യം. കണ്ണിയത്തുസ്താദുമായി ബന്ധപ്പെട്ട ചോദ്യം ആദ്യം കേൾപ്പിക്കും. അങ്ങനെ ഒരു പുതിയ തിയറി പുതിയ യുഗത്തിൽ പുതുനൂറ്റാണ്ടിൽ പുതുതലമുറയിലേക്ക് ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുന്നവർ അവർ മനസ്സിലാക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിങ്ങളെ പിടിച്ച് പുറത്താക്കുന്ന സമയം, നിങ്ങൾക്കെതിരെ തീരുമാനമെടുക്കുന്ന സമയം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശൈഖുന റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ ജനറൽ സെക്രട്ടറി ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാറാണ്. നവ്വറല്ലാഹു മറാഖിദഹും. ആരാണ് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ? അന്ന് കണ്ണിയത്ത് ഉസ്താദിന് പ്രസിഡന്റായി ഇരിക്കുമ്പോഴാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് നിന്ന് കിതാബോധി പഠിച്ചു എന്ന് നിങ്ങളും അവകാശപ്പെടുന്ന ഉള്ളാൾ തങ്ങളെ കണ്ണിയത്ത് ഉസ്താദിന്റെ സമാന്തര പ്രസിഡന്റാക്കി നിങ്ങൾ അവരോധിച്ചത്. അപ്പോ നിങ്ങൾ അതിന് ന്യായം പറയേണ്ടതുണ്ട്. ഇപ്പോൾ പറഞ്ഞാലും മതി. കണ്ണിയത്ത് ഉസ്താദിന് പകരമായി അദ്ദേഹത്തിൽ നിന്ന് കിതാബോധി പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ പ്രചരിപ്പിക്കുന്ന, നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പറയണ ശരിക്കല്ല, കണ്ണിയത്ത് ഉസ്താദിൽ നിന്ന് കിതാബോധി പഠിച്ചു എന്ന് പറയുന്ന ഉള്ളാൾ തങ്ങളെ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഉള്ളാൾ തങ്ങളെ നിങ്ങൾ പ്രസിഡന്റാക്കി രംഗത്ത് കൊണ്ടുവരുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് അന്ന് പ്രസിഡന്റ് ആയിരുന്നില്ലേ? യെസ് ഓർ നോ? ആണോ അല്ലേ എന്ന് നിങ്ങൾ പറയണം. ആയിരുന്നു എങ്കിൽ ഉള്ളാൾ തങ്ങളെ പ്രസിഡന്റാക്കാൻ കണ്ണിയത്ത് ഉസ്താദിന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞെന്നാൽ മതി. ആദർശ വ്യതിയാനം സംഭവിച്ചു എന്നാണല്ലോ നിങ്ങൾ ആരോപിച്ചത്. കണ്ണിയത്ത് ഉസ്താദിന് ആദർശ വ്യതിയാനം സംഭവിച്ചു എന്നതിന്റെ ഒരു തെളിവ് 2024 പുതിയ തിയറി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ സമൂഹത്തോട് തുറന്നു പറഞ്ഞു കൊടുക്കണം. എന്താ കണ്ണിയത്ത് ഉസ്താദ് 2024 ചോദ്യം, കൂടുതലൊന്നും ആയിട്ടില്ല. 2026 കടന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു കൊല്ലം മുമ്പ് കരുളായിക്കാരൻ ചോദിച്ച ചോദ്യമാണ് എന്ത്? ഉള്ളാൾ തങ്ങളെ നിങ്ങൾ പ്രസിഡന്റായി വച്ചപ്പോൾ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ആയിരുന്നില്ലേ അന്നത്തെ പ്രസിഡന്റ്? ഈ പ്രസിഡന്റിന് പകരം ഉള്ളാൾ തങ്ങൾ പാപ്പനെ നിങ്ങൾ പ്രസിഡന്റായി നിശ്ചയിക്കുമ്പോൾ അന്ന് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നില്ലേ? കണ്ണിയത്ത് ഉസ്താദ് അന്ന് പ്രസിഡന്റ് ആയിരുന്നില്ലേ? കണ്ണിയത്ത് ഉസ്താദിന് എന്താണ് പ്രശ്നം വന്നത്?
ഏത് ആദർശത്തിൽ നിന്നാണ് കണ്ണിയത്ത് ഉസ്താദ് വ്യതിചലിച്ചത്? ഇപ്പോൾ പറഞ്ഞു തന്നാലും മതി. 2024 സൽമാൻ, പൊറുക്കാൻ പറ്റുമോ? കരളായിക്കാരാ, പൊറുക്കാൻ പറ്റിയ വിഷയമാണെങ്കിൽ ഒന്ന് വ്യക്താക്കണം വേഗം. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായിരിക്കെ ആ സ്ഥാനത്ത് മറ്റൊരാളെ പ്രസിഡന്റായി അവരോധിച്ച സംഭവം അത് പുറത്തു കൊടുക്കാൻ പറ്റിയ സംഭവമാണോ, മറക്കാൻ പറ്റിയതാണോ? ആണെങ്കിൽ അത് പറഞ്ഞോളൂ. എത്ര സിമ്പിളായിട്ടാ അതാണ് പുറത്തു കൊടുക്കാനും മറക്കാനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. രണ്ടാലൊന്ന് സംഭവിക്കണം. കണ്ണിയത്ത് ഉസ്താദിന്റെ പകരം പ്രസിഡന്റാക്കി വെച്ചത് തെറ്റായിരുന്നു എന്ന് എപ്പിക്കാർ പറയണം. എന്നാ താങ്കൾക്ക് പിടിച്ചിരിക്കാം. ഓരോത് പറയൂലല്ലോ. അപ്പൊ താങ്കൾ അങ്ങോട്ട് മാറണം, കണ്ണിയത്ത് ഉസ്താദിനെ വിട്ട്. രണ്ടാലൊന്ന് സംഭവിക്കണം. കണ്ണിയത്ത് ഉസ്താദിന്റെ പാതയിൽ കരുണായിക്കാരനില്ല എന്നതിന്റെ വ്യക്തമായ തെളിവല്ലേ അത്? ഇനി ശംസുൽ ഉലമയെ കുറിച്ച്. ശംസുൽ ഉലമ സെക്രട്ടറിയായ കാലത്താണ് AP അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയായി അവരോധിക്കപ്പെടുന്നത്. ശരിയാണോ? എന്താ ശംസുൽ ഉലമക്ക് പിഴച്ചത്? ഇത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്റ്റേജുകളിൽ. ശംസുൽ ഉലമക്ക് എന്ത് പിഴച്ചു എന്ന് പറഞ്ഞ് പ്രസംഗം നടത്തിയിട്ടുണ്ട്. അത് ആദർശ പ്രശ്നമല്ലേ, വ്യക്തിവിരോധാണോ? അങ്ങനാണ്ട് കുമ്പസരിച്ചാ വിടും ഞങ്ങള്. ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞു വരട്ടെ. ശംസുൽ ഉലമ ആലിമുൽ ആലം, ശംസുൽ ഉലമ ഉസ്താദുൽ അസാതീദ്, ശൈഖുൽ മശായിഖ്, എല്ലാ വിശേഷണങ്ങൾക്കും അനുയോജ്യനായ വ്യക്തിയാണ് ശംസുൽ ഉലമ. ശംസുൽ ഉലമയിലൂടെ കടന്നു പോകാത്ത ഒരു ഗുരു പരമ്പര കേരളത്തിലുള്ള നൂറുകണക്കിന് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് നിങ്ങളും ഞങ്ങളും കൊടുക്കുന്ന സനദിന്റെ സർട്ടിഫിക്കറ്റിൽ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും പേര് പരാമർശിക്കപ്പെടാതെ ഒരു സനദ് കൊടുക്കാൻ സാധിക്കുമോ? അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സനദും കള്ളമാണ്. അത്രയും പ്രമുഖനായ പണ്ഡിതൻ, മുജദ്ദിദ്, കേരളത്തിന്റെ മുജദ്ദിദ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ജീവൻ പുതുജീവൻ നൽകിയ വ്യക്തി ശംസുൽ ഉലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ മനസ്സിലാക്കണം, പറവണ്ണക്ക് ശേഷം വലിയ വലിയ പർവ്വത സമാനരായ ഇൽമിന്റെ ബഹറുകൾ സമസ്തയുടെ നേതാക്കളായി മുശാവറയിൽ ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിലാണ് 44 വയസ്സുകാരനായ ശംസുൽ ഉലമയെ ജനറൽ സെക്രട്ടറി ആക്കുന്നത്. 40 വർഷം ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയായ ശംസുൽ ഉലമയെ സമസ്തയുടെ ചരിത്രം ആര് പറഞ്ഞാലും ശംസുൽ ഉലമയെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തൽക്കാലം ഒരു ദിവസം സസ്പെൻഡ് ചെയ്ത ചരിത്രം പോലും ഒരു സമസ്ത ചരിത്രത്തിലും കാണാൻ കഴിയില്ലെന്നിരിക്കെ ശംസുൽ ഉലമ വഫാത്താകുന്നത് 96-ലല്ലേ, 89-ൽ ശംസുൽ ഉലമക്ക് സമാന്തരനായി ഒരു പ്രസിഡന്റ് സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശംസുൽ ഉലമയുടെ ശിഷ്യനായ OK ഉസ്താദിൽ നിന്ന് കിതാബോദിയ വ്യക്തി, ശംസുൽ ഉലമയുടെ ശിഷ്യനായ KK ഹസ്രത്തിൽ നിന്ന് കിതാബോദിയ വ്യക്തി, അതായത് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാര് ശംസുൽ ഉലമയ്ക്ക് ബദലായി ജനറൽ സെക്രട്ടറിയാക്കി രംഗത്ത് കൊണ്ടുവരുമ്പോൾ അന്ന് അദ്ദേഹത്തിന് 50 ചില്ലാനം വയസ്സേ ഉണ്ടാവുള്ളൂ. നല്ല പ്രായമാണ്. വയസ്സായത് ഇപ്പോഴാണ്. വയസ്സായത് കൊണ്ട് ഒരാൾ മഹാനാകൂല, മരണം കൊണ്ടൊരാളും മഹാനാകൂല. ജീവിതകാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങളാണ് ഒരു മനുഷ്യന്റെ നന്മ തിന്മകളെ അളക്കുന്ന അളവ് പോലെ. കണ്ടോ നിങ്ങൾ? ആലിമുൽ ആലം ശംസുൽ ഉലമ എന്നൊക്കെ വിശേഷിപ്പിച്ചയാൾ പറയുന്നു, ആ ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആയിരിക്കെ ശംസുൽ ഉലമയുടെ ശിഷ്യനായ OK ഉസ്താദിന്റെ ശിഷ്യനായ AP അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറി ആയതെങ്ങനെ? എന്താണ് ശംസുൽ ഉലമക്ക് പഴച്ചത്? എന്ത് ആദർശ വ്യതിയാനമാണ് ശംസുൽ ഉലമക്ക് ഉണ്ടായത്? ഇതല്ലേ ഞങ്ങളും ചോദിച്ചത്. ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചാൽ എങ്ങനെ അത് വ്യക്തിവിരോധമാകുന്നത്? അപ്പൊ ഇത് പൊറുക്കാൻ പറ്റുമോ? സൽമാൻ അസ്ഹരി മറുപടി പറയണം. കേരളായിക്കാരൻ മറുപടി പറയണം. ഇത് മറക്കാൻ പറ്റിയ സംഭവമാണോ? ജിഫ്രി തങ്ങൾ പാപ്പാനോടൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് മറക്കാൻ പറ്റുമോ? റയീസുൽ മുഹഖിഖീനും കണ്ണിയത്ത് ഉസ്താദും
ഇരിക്കുന്ന സ്റ്റേജിൽ അവരോധിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരുടെ സമാന്തര ആളുകളായി രംഗത്ത് വന്ന് വ്യാജ മുഷാവറുണ്ടാക്കി ഇപ്പം പോയിട്ട് പറയുകയാണെന്ത്, അത് കുഴപ്പമില്ല, പൊറുക്കാനും മറക്കാനൊക്കെ പറ്റുന്നതല്ലേ ഉള്ളൂ. ഇയാൾ വ്യക്തമായിട്ട് പിന്നെ പറയുന്നുണ്ട്, വയസ്സായിട്ടോ അല്ലെങ്കിൽ പ്രായമായതുകൊണ്ടോ മരിച്ചതുകൊണ്ടോ ഒന്നും ഈ വിഷയം നിൽക്കൂല, അത് ഗൗരവമേറിയതാണ്. അങ്ങോട്ട് പറഞ്ഞോട്ടെ. അതല്ല നമ്മുടെ വിഷയം, ആദർശമാണ്. ആദർശ രംഗത്ത് ഒരു മനുഷ്യന്റെ മികവ് നിർണയിക്കുന്നത് അയാളുടെ തലതാടിമുടികളുടെ നരയല്ല, അയാളെ ബാധിച്ചിരിക്കുന്ന രോഗാവസ്ഥകളല്ല, അയാളുടെ പ്രായമല്ല, അയാളുടെ മരണമല്ല, അയാളുടെ ആദർശ വഴിയിലുള്ള സഞ്ചാരവും ഉമ്മത്തിന് അയാൾ നൽകിയ മികവും വിജയവും എന്താണ് എന്ന് അടയാളപ്പെടുത്തിയത്. അത് വെച്ചിട്ടാണ് ഒരാളുടെ മഹത്വവും മഹത്വമില്ലായ്മയും തീരുമാനിക്കപ്പെടുന്നത്. ശംസുൽ ഉലമയ്ക്ക് ശേഷം ഈ ശംസുൽ ഉലമയുടെ ബദലായി പകരമായി ഈ വ്യക്തിയെ സെക്രട്ടറിയാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു എന്നല്ലേ പറഞ്ഞത്, പുനഃസംഘടിപ്പിച്ചു എന്ന്. ശംസുൽ ഉലമക്ക് അന്ന് സെക്രട്ടറി സ്ഥാനം ഉണ്ടായിരുന്നില്ലേ? മറുപടി കിട്ടണം ഇതിന്. ഇതൊക്കെ സമൂഹത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പുനഃസംഘടന എന്ന് പോയാ പോരാ. ശംസുൽ ഉലമ അന്ന് സെക്രട്ടറി ആയിരുന്നില്ലേ? അല്ലല്ലോ. അതിനുശേഷം 6 കൊല്ലം സമസ്തയുടെ സെക്രട്ടറി അദ്ദേഹമായിരുന്നില്ലേ? മാത്രമല്ല, ആദർശ വ്യതിയാനം സംഭവിച്ചു എന്നാണെങ്കിൽ ശംസുൽ ഉലമയിൽ സംഭവിച്ച ആദർശ വ്യതിയാനം എന്താണ് എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. പുനഃസംഘടനയുടെ ആൾക്കാര് ഇത് പറഞ്ഞു തരണോ? ശംസുൽ ഉലമ ശരീഅത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് വഹാബികളോടുകൂടെ വേദി പങ്കിട്ടത് കൊണ്ടാണ് ശംസുൽ ഉലമയിൽ നിന്ന് അവർ തെറ്റിയത് എന്നല്ലേ പ്രഭാഷകർ പഴയ കാലത്ത് പറഞ്ഞത്. ഇന്നും അതൊക്കെ യൂട്യൂബിൽ കിടക്കുന്നില്ലേ? എങ്കിൽ വഹാബികളുമായി വേദി പങ്കിട്ടു, അതിന്റെ പേരിലാണ് പ്രശ്നമെങ്കിൽ ഇന്ന് നിങ്ങൾ വഹാബികളുടെ വേദികളിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയം എപ്പോഴാണ്? ഒക്കെ മറുപടി പറഞ്ഞു കൊടുത്തേക്ക്. അയാളെ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന AP കുട്ടികളെ മറുപടി പറഞ്ഞു കൊടുത്തേക്ക്. അയാൾ പറയുന്ന മറുപടി പറയാതെ വിടൂലാന്നാ. എന്താ ശംസുൽ ഉലമക്ക് പഴച്ചത്? വഹാബിൻ്റെ കൂടെ ഇരുന്നു എന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വഹാബിൻ്റെ കൂടെ അവിടുന്ന് എഴുന്നേറ്റ് പോരാൻ സമയം കിട്ടുന്നുണ്ടോ? അത് എപ്പോഴായാലും അയാൾ പറയാം, പ്രായമായതുകൊണ്ടോ വയസ്സായതുകൊണ്ടോ ഒന്നും ഇത് ഒഴിവാകൂല. ഇത് നിങ്ങൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനാണ്. അതിന് മറുപടി പറയണം. കരുളായിക്കാരാ, പൊറുക്കാൻ പറ്റുമോ? അത് മറക്കാൻ പറ്റുമോ? ചെറിയ സിമ്പിളായ കാര്യല്ലേ. ശംസുൽ ഉലമയെയും കണ്ണിയത്ത് ഉസ്താദിനെയും മാറ്റി, ഇതിപ്പോൾ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ടി എന്നല്ല ഇപ്പത്. ഇവനും ശംസുൽ ഉലമയായിട്ട് എന്ത് ബന്ധം? കണ്ണിയത്ത് ഉസ്താദ് ഇപ്പം എൻ്റെ ലക്ഷ്യമൊന്നും കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയൊന്നും അല്ല. ഓന് എവിടെങ്കിലും പോയി 2 വാക്ക് പ്രസംഗിക്കണം, എന്നിട്ട് യൂട്യൂബിൽ നിന്ന് കാശുണ്ടാക്കണം. ഈ കാര്യങ്ങൾ ഇത്രയും പച്ചയായി പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് പറയാം ഞങ്ങൾ പൊറുക്കാനും മറക്കാനൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. ഞങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നവരൊന്നും അല്ലേനും. പൊറുക്കും മറക്കുകയൊക്കെ ചെയ്യും, ഡിലീറ്റ് ഇല്ല. അപ്പൊ താങ്കളാണ് ഈ വിഷയം തുടങ്ങിയത്. ഇനി താങ്കളെ വിടുന്ന പ്രശ്നമല്ല, ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. മാത്രല്ല, അന്ന് ഞങ്ങൾ വ്യക്തിവിരോധം എന്നാളൊപ്പം പറഞ്ഞേ. അന്ന് നിങ്ങൾ പറഞ്ഞെന്താ? താങ്കൾ പറഞ്ഞെന്താ? ശംസുൽ ഉലമയെ വേദനിപ്പിച്ചതിന് അല്ലാഹ് കൊടുക്കുന്ന മഹത്തായ ശിക്ഷയാണ് ശിഷ്യന്മാരൊക്കെ ആയ ആളുകൾ ഓരോ മഹല്ലിലും അങ്ങാടിയിലും ചെന്ന് ആട്ടിത്തല്ലുകയാണ് AP ക്കാരെ എന്നാണ്. അത് കേട്ടോളൂ. ഇതല്ലേ ഖണ്ഡനം. അവർ എന്തിനാണോ പോയത് അതുപോലും ഇന്ന് നിലവിലില്ല. ഇന്ന് അവരുടെ അവസ്ഥയാണെങ്കിൽ അല്ലാഹുവേ നീ സാക്ഷി, മഹാന്മാരായ ഞങ്ങളുടെ ആലിമീങ്ങളെ, മഹാന്മാരായ സാദാത്യങ്ങൾക്കെതിരെ വന്യവയോധികരായ 90 വയസ്സായ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. 70-ൽ ചില്ലാനും 80ഓളം വയസ്സുള്ളപ്പോഴാണ് ശംസുൽ ഉലമക്കെതിരെ കേസ് കൊടുക്കുന്നത്. ഇന്നിതാ സ്വന്തം ശിഷ്യന്മാർ തലങ്ങും ബലങ്ങും ഓരോ യൂണിറ്റിലും മൈക്ക് കെട്ടി അങ്ങാടി തോറും ആട്ടിത്തല്ലുന്ന കാഴ്ച ഞങ്ങൾ തന്നെ കാണുകയാണ്. അല്ലാഹുവേ, നിന്റെ തീരുമാനം എത്ര മഹത്താണ്, എത്ര മഹത്തമായതാണ്. ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദിനെയും ആക്ഷേപിച്ചവർ, ആക്ഷേപിക്കാൻ വേണ്ടി മൈക്ക് കെട്ടി പറഞ്ഞയച്ചവർ ഇന്ന് സ്വന്തം ശിഷ്യന്മാരുടെയും ശിഷ്യന്മാരുടെയും
ആട്ടും തുപ്പും കേട്ട് ഇരിക്കപ്പുറതിയില്ലാതെയായെങ്കിൽ ഇത് ആ മഹത്തുക്കളെ നിങ്ങൾ വേദനിപ്പിച്ചതിന് നിങ്ങളുടെ ശ്വാസം അടങ്ങുന്നതിന് മുമ്പ് റബ്ബ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. എത്ര കൃത്യമായി ഇതൊക്കെ ഒറ്റ പ്രസംഗത്തിൽ നിന്നാണ് ഞാൻ കേൾപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കേൾപ്പിച്ചതൊക്കെ ഒരു പ്രസംഗത്തിൽ നിന്നാണ്. ഇയാളുടെ ഏതെങ്കിലും ഒരു പ്രസംഗം എടുത്താൽ തന്നെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. ഭയങ്കര വിഷയമല്ലേ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണിയത്ത് ഉസ്താദിൻ്റെ ആദർശ വ്യതിയാനം എന്തായിരുന്നു? EK ഉസ്താദിന് ഉണ്ട് എന്ന് പറയുന്ന ആദർശ വ്യതിയാനം എന്തായിരുന്നു? ഇത് വളരെ കൃത്യമായ ചോദ്യം അങ്ങോട്ട് വരുമ്പോൾ കുടുങ്ങല്ലേ. നോക്കൂ നിങ്ങൾ, ഇയാള് ഇനി ഇടങ്ങാറാകാൻ ബാക്കി എങ്ങോട്ടാ പോകേണ്ടത്? എന്നിട്ട് അവിടെ പറഞ്ഞ പുതിയ വിഷയം ഉണ്ടല്ലോ ഇത്, വഹാബികളോടുള്ള ബന്ധം. അതായിരുന്നു നിങ്ങൾ പറഞ്ഞതെങ്കിൽ ഏപ്പിക്കാരെ നിങ്ങൾക്ക് ഇപ്പോൾ മുജാഹിദിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ ടൈമുണ്ടോ? നിങ്ങൾ ഓല കൂടല്ലേ ഫുൾ ടൈം ഉള്ളത്. കേരളായിക്കാരാ, ഇത് അങ്ങനെ അങ്ങോട്ട് മറന്ന് പുറത്തു പോകാൻ പറ്റിയ സംഭവമല്ല. ഇപ്പം അവർ നടത്തുന്ന കേരളയാത്ര ഉണ്ടല്ലോ, കേരളയാത്ര, ആ കേരളയാത്രയിൽ എന്താ അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ പേരോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? വഹാബികളോട് കൂട്ടുകൂടാനോ അവരെ സുഹൃത്താക്കാനോ പാടില്ല. ആരോടാണ് ആ അമ്പ് പോയി കൊള്ളുന്നത്? ജിഫ്രി തങ്ങൾ പാപ്പയുടെ യാത്രയിൽ പറഞ്ഞ സംഗതി, അതിനോടല്ലേ പേരോട് ഇന്നലെയും ഖണ്ഡിക്കുന്നത്? മാത്രമല്ല, അതിൽ അയാൾ പറയുന്നുണ്ട് 89-ൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് ഈ വിഷയത്തിലാണ്, അത് പിന്നെ ഞങ്ങൾ അതിൽ ഉറച്ചു നിന്നു എന്നാ പറയുന്നത്. ഇതങ്ങനെയാണ് മറന്നു പോകുന്ന സംഭവം എന്നല്ല. ഇന്ന് മാളിയേക്കൽ സുലൈമാൻ സഖാഫിയുടെ പ്രസംഗം, ഇന്നലെ പേരോടിൻ്റെ പ്രസംഗം, ഇതിലൊക്കെ നിങ്ങളെ കുത്തുകയാണ്. ഇന്നും EK ഉസ്താദിനെ കുത്തുകയാണ്. പൊറുക്കും മറക്കും ചെയ്യലേ. കേൾപ്പിച്ചു കൊടുക്കും പേരോടിൻ്റെ പ്രസംഗം. 4 മദ്ഹബിലും സ്ഥിരപ്പെട്ട 20 റക്അത്ത് തറാവി. ആ 20 റക്അത്ത് തറാവിയിൽ 12 എണ്ണം വെട്ടി അങ്ങ് നശിപ്പിച്ചു. നമുക്ക് അവരോട് ഒരു ധാർമ്മിക രോഷവും ഇല്ല. അവര് നമ്മുടെ സുഹൃത്തുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളാകുമോ? ഇതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പൂർവകാല പണ്ഡിതന്മാർ ആ ആശയം പഠിപ്പിച്ചതും അതിൽ നിന്ന് 1 ഇഞ്ച് മാറാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, കൻസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു തുടങ്ങിയ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആലിമീങ്ങളും അൽഹംദുലില്ലാ ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താൻ ഉലമ, അല്ലാഹുവേ നീ വലിയ എന്താണ് ആ പറഞ്ഞ അയാള്? ബിദ്അത്തുകാരുമായി ബന്ധം പാടില്ല എന്ന നയത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് താജുൽ ഉലമയും നൂറുൽ ഉലമയും ഒക്കെ അന്ന് നിലനിന്നത്, ഇറങ്ങിപ്പോന്നത്. ഇപ്പോഴും ഞങ്ങൾ അതിൽ നിൽക്കുന്നു എന്നാ പേരോട് പറയുന്നത്. പേരോട് പറഞ്ഞത് പൊട്ടത്തരം. അയാൾ ഫുള്ള് വഹാബിൻ്റെ കൂടെ, അയാളെ സ്ഥാപനത്തിൽ വഹാബി ക്ലാസ് എടുക്കുന്നു. അയാളുടെ പോട്ടെ, അയാൾ തന്നെ വലിയ വഹാബിയായി, മൂത്ത വഹാബിയായി മാറി. ഇബ്നു തൈമിയ്യ മത് പറഞ്ഞു നടക്കുകയാണ്. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. അയാളുടെ ആരോപണം നോക്കി ഇപ്പോഴും ആർക്കെതിരെയാ? ശംസുൽ ഉലമക്കെതിരെ. എന്നിട്ട് ഇയാൾ പറയാം മറക്കാനും പൊറുക്കാനും കഴിയും. ഇനി അതിലേറെ രസകരമായൊരു സംഭവം കൂടിയുണ്ട്. എന്താണെന്നറിയോ? പേരോട് അതുപോലെയുള്ള AP സമസ്ത അവർ ഇതിനാണ് പിരിഞ്ഞു പോകുന്നതെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഫുള്ള് വഹാബിൻ്റെ കൂടെയാണ്. ഇൻ്റർനാഷണൽ ദാഴിയൊക്കെ തബ്ലീഗുകാരുടെ കൂടെ തന്നെയാണ്, ഉറങ്ങലടക്കം. ഇത് ഞങ്ങൾ എല്ലാ സ്ഥലത്തും പറഞ്ഞപ്പോൾ പേരോട് കോഴിക്കോട് വന്നുകൊണ്ട് പ്രസംഗിച്ചു, വഹാബിൻ്റെ കൂടെ ബന്ധം പാടില്ല, അതാണ് ഞങ്ങളുടെ സംഘടനയുടെ നയം. ഇനി ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വല്ല സ്ഥലത്തും വഹാബി ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇസ്തിസ്നയുണ്ട്, ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയ ഔ ദുന്യവിയ. പറഞ്ഞില്ലേ പേരോട്? കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേട്ടോളൂ. സൽമാൻ അസേരി ഇത് പറയുന്നുണ്ട്, അതിനാ ഞാൻ അത് കേൾപ്പിക്കുന്നത്. വെച്ചോടുക്ക്. ഈ ശരീഅത്ത് നിയമത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദും അനുയായികളും മരണം വരെ ഉറച്ചു നിൽക്കും. ആരും ഞങ്ങളെ ഒറ്റപ്പെടുത്തരുതേ. നിങ്ങളെല്ലാം ഞങ്ങളെ കൂടെ വരണേ. നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കാനാ, നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കാനാ. ഇത് നിങ്ങൾക്ക് നിങ്ങളെ കൂടെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു തന്നില്ലെങ്കിൽ
അവർക്ക് അല്ലാഹു വെച്ചത് മൻ കതമ ഇൽമൻ ഫഅൽജമഹു അല്ലാഹു ബിലുജാമി മിനൻ നാർ, നരകത്തിൽ ചങ്ങലയാണ്, തീയിനാലുള്ള ചങ്ങല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കൂ മറ്റുള്ള പണ്ഡിതന്മാരോട്, പേരോട് സഖാഫി ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കിതാബിലുണ്ടോ? ഇമാം ഗസാലി റളിയല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി ഒന്നുകൂടി പറയട്ടെ, എവിടെങ്കിലും ഞങ്ങള് ഒരു മുജാഹിദ് മൂലയിലുണ്ട് എന്ന് വെച്ചിട്ട് പങ്കെടുത്ത പരിപാടി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവരോട് പറയണം, അത് നിങ്ങളോട് ചോദിക്കും അങ്ങനെ അവർ പങ്കെടുത്തില്ലേ, അപ്പൊ നിങ്ങൾ അവരോട് പറയണം അവരൊക്കെ ഫിഖ്ഹിന്റെ കിതാബൊക്കെ ഓതിയിട്ടുണ്ട്, ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയത്തിൻ ഔ ദുന്യവിയത്തിൻ എന്നവിടെ ഒരു ഇസ്തിസ്ന കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവരോട് ചോദിച്ചാൽ മതി. ഒരു ഇസ്തിസ്ന കണ്ടിട്ടുണ്ട്, ദീനിന്റെ ഗുണത്തിന് അനിവാര്യമാണെന്ന് വന്നാൽ ചില ദീനിന്റെ, അതായത് വഹാബിന്റെ കൂടെ ഇരിക്കരുത്, ഇതാണ് ഞങ്ങളെ നയം. സ്വർഗത്തിൽ കിടക്കണേ ഞങ്ങളെ കൂടെ പോരി, നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാനാണ്, അയാളെ കാര്യം ഓക്കെയാണ്. ഈ വിടലൊക്കെ വിട്ടിന് ശേഷം അയാൾ ലാസ്റ്റ് പറഞ്ഞ് ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയ ഔ ദുന്യവിയ, ദീനിലോ ദുന്യാവിലോ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ട് എന്ന് കരുതിയാൽ പങ്കെടുക്കാം. അങ്ങനെയാണ് ഞങ്ങളെ സ്റ്റേജിൽ വരുന്നത്, ഞങ്ങളെ സ്ഥാപനത്തിൽ വരുന്നത്, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ആര് പറഞ്ഞു? പേരോട്. സൽമാൻ കരുളായിയുടെ ആ പ്രസംഗത്തിൽ, കരുളായിക്കാരൻ മൗലവിയുടെ ഞാൻ നേരത്തെ കാണിച്ച പ്രസംഗത്തിൽ ശംസുലുലമക്കും കണ്ണിയത്തുസ്താദിനും എന്തു സംഭവിച്ചു വ്യതിയാനമെന്ന് ചോദിച്ചതിന് ശേഷം അത് വഹാബി ബന്ധമാണ് എന്ന് പറയുന്നുവെങ്കിൽ പേരോട് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് കരുളായിക്കാരൻ പറയുന്നുണ്ട്. കരുളായിക്കാരൻ പറയുന്നത് എന്താ? ഇല്ലാലി മസ്ലഹത്തിനെന്ന് വായിച്ചിട്ടുണ്ട് പേരോട്, പച്ചക്കള്ളമാണത്, കിതാബിലില്ല, അത് കാണിച്ചു തരാൻ വെല്ലുവിളിക്കുന്നു എന്നാ പറഞ്ഞത്. എന്താ സൽമാൻ ഇന്നലെ പറഞ്ഞു? ഞങ്ങൾ പൊറുക്കുന്നു, ഞങ്ങൾ മറക്കുന്നു. ഓ, ഒരു പ്രശ്നമില്ല, നിങ്ങളാണ് മറന്നാ മതി. കേൾപ്പിച്ചെടുക്ക്, സൽമാൻ നസരി എന്നെ സംസാരിക്കട്ടെ. വഹാബികളുടെ വേദികളിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയം എപ്പോഴാണ്? പിന്നെന്തിനാ ഇതിന്റെ ആവശ്യം? നവീനോട് പിരിച്ചിട്ടൂടെ? ശംസുൽ ഉലമ ഇത് ശരീഅത്തിനെ സംരക്ഷിക്കാനാണ്. മാത്രമല്ല, കുറ്റ്യാടിയിൽ നിന്നൊരു പുതിയ ഫത്വ, നിങ്ങൾ എവിടെങ്കിലും വഹാബിയുടെ കൂട്ടത്തിൽ ഇരിക്കണേ കണ്ടാൽ അത് ഞങ്ങൾ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട് എന്നാ. എന്ത്? ദുന്യവിയോ ദീനിയോയോ മസ്ലഹത്തിന് വേണ്ടി മുബ്തദിഇകളുടെ കൂടെ ഇരിക്കുന്നത് കുഴപ്പമില്ലാന്ന് ഞങ്ങളെ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കുറ്റ്യാടി ഫത്വ. പെട്ടപ്പുണ്ടായ ഫത്വയാണത്. ഞങ്ങൾ ഇത് ലൈവാണല്ലോ, അല്ലെങ്കിൽ ഇത് റെക്കോർഡാണല്ലോ, ഞങ്ങൾ 1000 കുതിരശക്തിയോടെ ചോദിക്കുന്നു, ദീനിയോ ദുന്യവിയോ ആയ മസ്ലഹത്തിന് വേണ്ടി, ദീനിയോ ദുന്യവിയോ ആയ മസ്ലഹത്തിന് വേണ്ടി മുബ്തദിഉമായി സഹവസിക്കാമെന്ന് പ്രഖ്യാപിച്ച, ലോകത്ത് 1400 വർഷങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു ഇമാമിനെ കൊണ്ടുവരാൻ കുറ്റ്യാടി മുഫ്തിക്ക് സാധിക്കുമോ? ഒറ്റ ഇമാം ആരും പറഞ്ഞിട്ടില്ല. കാരണം എന്താ? കുട്ടികളുടെ ഭാഗത്ത് ചോദ്യം വന്നു, അല്ലുസ്താരെ നമ്മളെ സ്ഥാപനത്തില് ISMന്റെ നേതാവ് ക്ലാസ് എടുത്തിരുന്നില്ലേ? നമ്മളെ ഉസ്താദ് ഇടക്കിടക്ക് ഇപ്പൊ വഹാബിയുടെ കൂടെയല്ലേ? നമ്മളെ വലിയ ശൈഖുനാണെങ്കിൽ വഹാബിയുടെ കയ്യും വന്നിട്ട് വിടുന്നില്ല. ഇപ്പോഴും നമ്മളിത് പറയണതിന്റെ അർത്ഥം എന്താണ്? ശംസുൽ ഉലമ വഹാബിയുടെ കൂടെ ഇരുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പൊ പിന്നെന്താ അതിന്റെ അർത്ഥം? അന്തം വെച്ച കുട്ടികൾക്ക് അന്തം വെച്ചപ്പോ ചോദ്യം വരാൻ തുടങ്ങി. അപ്പോഴാണ് കുറ്റ്യാടിന്ന് പുതിയ ഫത്വ ഇറങ്ങിയത്, ഇല്ലാലി മസ്ലഹത്തി ദീനിയത്തിൻ ഔ ദുന്യവിയ. പച്ചക്കളവ് ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്ത ശരീഅത്ത് കൊണ്ടുവരിക. ഇമാമിങ്ങൾ പറഞ്ഞത് ഒരു ഘട്ടത്തിലും വഹാബികളുമായി മുബ്തദിഇകളുമായി സഹവാസം പാടില്ല. അവിടെയാണ് സമസ്ത ഉള്ളത്. കണ്ടങ്ങള് വളരെ കൃത്യമായ ചോദ്യല്ലേ? പച്ചക്കളവ് ശരീഅത്തിന്റെ പേരിൽ പറഞ്ഞു. ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയ ഔ ദുന്യവിയ, കുറ്റ്യാടി മുഫ്തിയുടെ പച്ചക്കള്ളം. സൽമാൻ അസ്ഹരി ഇതൊക്കെ പൊറുക്കാൻ പറ്റിയതാണോ? ഇതൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ആ കള്ളത്തരൊക്കെ കള്ളത്തരായി നിലനിൽക്കല്ലേ? എത്ര ഉണ്ട് ഇയാളെ ഈ പ്രസംഗം ഞാൻ അങ്ങോട്ട് നോക്കിയാൽ. എന്നിട്ട് അബല ഭയങ്കര ഹൈക്കല്ലേ, പുറത്തു കൊടുക്കല്ലേ ഇതൊക്കെ. ഒന്നുകിൽ അയാൾ ആ കളവ് പിൻവലിക്കണം, പിൻവലിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കൂടി ആ കളവിൽ ചേരണം. അതല്ലേ ഇപ്പം ഉണ്ടായത്?
ശംസുലുലമയുടെയും കണ്ണിയത്ത് ഉസ്താദിൻ്റെയും എതിരാളിയായി താങ്കൾ മാറിയില്ലേ ഇപ്പോൾ? മാത്രമല്ല, ലാസ്റ്റ് ഇനി കൂടുതൽ ഇപ്പോൾ കാണിക്കുന്നില്ല, ഒറ്റ ക്ലിപ്പും കൂടി ഇന്ന് കാണിക്കാം. ലാസ്റ്റ് അയാൾ പറയുന്നുണ്ട്, എനിക്ക് ആ പേര് കേൾക്കുന്നതിന് അലർജിയാണ്. ഏത് പേര്? AP അബൂബക്കർ മുസ്ലിയാരെ പേര് കേൾക്കുന്നതിന്. അതിനുള്ള കാരണം അയാളോടുള്ള വിരോധമല്ല, പിന്നെ ശംസുലുലമനോടുള്ള എൻ്റെ മഹബത്താണ്. ശംസുലുലമനോട് മഹബത്ത് വന്നപ്പോൾ ശംസുലുലമയെ കളിയാക്കിയ ആളുകളോട് എനിക്ക് എതിർപ്പ് വന്നതാണ്. കൃത്യമായി അയാൾ വിവരിക്കുന്നു, കേട്ടോളൂ. മറുവിഭാഗം സുന്നികൾ അവരുടെ ചില നേതാക്കൾക്കെതിരെയൊക്കെ ശക്തമായ ഭാഷയിൽ ഞാൻ സംസാരിച്ചതും നിലവിൽ സംസാരിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ ഞാൻ കടുത്ത മൂപ്പര വിരോധിയാണ് എന്ന് പറയാറുണ്ട്. കടുത്ത വിരോധിയായതുകൊണ്ടല്ല, നമുക്ക് ആരോടും വിരോധമല്ലല്ലോ. നമുക്ക് മൂപ്പരോടും വിരോധമല്ല, ആരോടും വിരോധമൊന്നുമില്ല. പക്ഷേ എനിക്ക് ആ മനുഷ്യൻ്റെ പേര് കേൾക്കണേന് അലർജിയാ. അത് ഞാൻ തീവ്രവാദിയായിട്ടല്ല, ഞാൻ ഷെയ്ഖുനെ അത്രയും സ്നേഹിക്കണോണ്ടാണ്. ശംസുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൽബിൽ കൊടുത്ത സ്ഥാനത്തിൻ്റെ വലുപ്പം കൊണ്ടാണ് എനിക്ക് മറ്റേ ആളെ നിഴല് കാണാൻ ഇഷ്ടമില്ലാത്തത്. കാരണം എന്താ, ആളോടുള്ള വ്യക്തി വിരോധം കൊണ്ടൊന്നല്ല, ഷെയ്ഖുനാനോട് കളിച്ച ആളാണെന്നുള്ള വെറുപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദാഹരണമൊക്കെ പറയാണ്. അപ്പൊ കാന്തപുരം എന്ന് പേര് കേൾക്കുന്നത്, നേല് കാണുന്നത് വരെ മൂപ്പർക്ക് വെറുപ്പാ, അലർജിയാണ്. എന്താ അതിൻ്റെ കാരണം? വ്യക്തിവിരോധമല്ല, പിന്നെ എനിക്ക് ശംസുലുലമനോട് അത്ര ഇഷ്ടം. ആ ഇഷ്ടമാകുമ്പോൾ ശംസുലുലമനോട് കളിച്ച ആളോട് വിരോധമാവുന്നു. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടോ, ഒരു കാര്യം ഈ നമ്മളെ ഖണ്ഡനത്തിൽ നിന്ന് കിട്ടിയ ഫലമായി മനസ്സിലായി. അതെന്താ? ശംസുലുലമയോട് സ്നേഹമുള്ള കാലത്ത് ശംസുലുലമയുടെ വിരോധികളോട് ഇയാൾക്ക് ദേഷ്യമുണ്ടായിരുന്നു, വെറുപ്പുണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പം ശംസുലുലമയെ വിട്ടു, ശംസുലുലമനോടുള്ള മഹബത്ത് വിട്ടു. ഇപ്പം പണി വേറെയാണല്ലോ. മഹാനരായ ശംസുലുലമ ഏറ്റവും കൂടുതൽ ആദരവ് കൊടുത്ത് ബഹുമാനിച്ച പാണക്കാട് തറവാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആറ്റപ്പൂ ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, മഹാന്മാരായ സാദാത്യങ്ങൾ, ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയത്തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, അവരെ അത്രയും ഇഷ്ടപ്പെട്ട ആളായിരുന്നു ശംസുലുലമ. ആ പാണക്കാട് സാദാത്യങ്ങൾക്ക് താങ്കൾ എതിരായപ്പോൾ ഓട്ടോമാറ്റിക്കായി ശംസുലുലമയും താങ്കളെ വിട്ടു. നിങ്ങൾ ശംസുലുലമയെ വിട്ടു, ശംസുലുലമ എന്നോ നിങ്ങളെയും വിട്ടു. ഫലം എന്തായി? ശംസുലുലമയുടെ ശത്രുക്കളാണ് എന്ന് താങ്കൾ പറഞ്ഞിരുന്ന ആളുകളോടൊക്കെ വലിയ ഇഷ്ടവുമായി. ഇനി ആ സംഭവങ്ങളൊക്കെ പിരിച്ചുവിട്ട് വേറെ വല്ല പണിക്കും പോകുന്ന നല്ലത് കരുളായിക്കാരാ. വളരെ കൃത്യമായ വിഷയമല്ലേ നിങ്ങൾ പറഞ്ഞ്. ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയാന്ന് ദീനിൻ്റെ പേരിൽ കള്ളത്തരമുണ്ടാക്കിയ കുറ്റ്യാടി മുഫ്തി പച്ചക്കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ ആൾ പിന്നെ വന്നിട്ട് പറയാം അതൊക്കെ ഞമ്മക്കാണ് പൊറുക്കാന്ന്. അതൊന്നും ഒരു വിഷയമല്ലല്ലോ. അള്ളാൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജം കൊണ്ടുവന്ന് അതൊക്കെ നമുക്ക് പൊറുക്കാൻ. എന്താ അതിൽ വിഷയം? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തി കുഴഞ്ഞ വാപ്പയെപ്പോലെ എന്താ അതിൽ പ്രശ്നം? അതൊക്കെ പുറത്തു കൊടുക്കാലോ. എത്ര സിമ്പിളായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പം താങ്കൾ പറഞ്ഞു വെച്ചതിൽ തന്നെ താങ്കൾക്ക് മറുപടിയുണ്ട്. താങ്കൾ ഓരോ തവണ വരിക, അപ്പം ഞങ്ങൾ ഓരോന്ന് എടുത്തു കൊണ്ടുവരാം. ആളുകൾ താങ്കൾ AP ഭാഗത്തെ വെല്ലുവിളിച്ചതും പേരോടിൻ്റെ വിഷയങ്ങളിൽ ഇടപെട്ടതും ഇന്നും പേരോട് നിങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആളുകൾ പഠിക്കട്ടെ. നല്ലൊരവസരമാണ് നിങ്ങൾ ഉണ്ടാക്കി തരുന്നത്. ഞങ്ങൾ കള്ളത്തരൊന്നും പറഞ്ഞിട്ടില്ല. തെളിയിക്കാൻ നിങ്ങൾക്കല്ല, നിങ്ങളെ ഏത് വൻ മരം വന്നാലും തൽക്കാലം സാധ്യവുമല്ല. ഞങ്ങളൊരു ലക്ഷ്യത്തിൽ ക്ലിപ്പിടും. ആ ലക്ഷ്യം ഞങ്ങളാ പറയേണ്ടത്.
ഒരു പ്രസംഗം അരമണിക്കൂറുണ്ടെങ്കിൽ ആ പ്രസംഗത്തിൻ്റെ വിഷയമാണ് ആമുഖത്തിൽ കേൾപ്പിക്കുക. ഇലക്ഷനിൽ ഇവർ ലീഗിനെതിരെ ഇറങ്ങി, ഇത് ഞങ്ങളുടെ വിഷയമാണ്. ആ വിഷയത്തിനുള്ള തെളിവുകൾ ആ പ്രസംഗത്തിൽ കൊണ്ടുവരും. അതിൽ വെക്കുന്ന എല്ലാ ക്ലിപ്പും അതിൻ്റെ തെളിവൊന്നുമല്ല. പിന്നെയോ അതുമായി ബന്ധപ്പെട്ട ക്ലിപ്പുകളൊക്കെ വരും. ഹക്കീം അസ്ഹറിൻ്റെ ക്ലിപ്പ് കൊണ്ടുവന്നു, അത് ഇലക്ഷൻ സമയത്ത് പറഞ്ഞല്ല. ഇതുപോലെ താങ്കളുടെ ഒരു ക്ലിപ്പ് കൊണ്ടുവന്നപ്പോൾ അത് അതിനു മുമ്പ് താങ്കൾ അതല്ല SMF അതിലുണ്ടല്ലോ, ഞങ്ങൾ കട്ട് ചെയ്തില്ലല്ലോ. വളരെ വ്യക്തമാണ്. അതിൻ്റെ ലക്ഷ്യം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ വെറുതെ ഉരുണ്ട് കൂടി വഷളാകണ്ട. ഏതായാലും ഒരു കാര്യം ഉറപ്പല്ലേ, ജബ്ബാറാജിയെ പോലെയുള്ള ഉമറാക്കളെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി നാണം കെട്ടു. ഇതിന് തർക്കമല്ലല്ലോ, എന്തിനാ പിന്നെ നിങ്ങളിൽ തർക്കിക്കാൻ വരണ്ടേ? എല്ലാം തകർന്ന് വീണ് കെടുക്കല്ലേ. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും വരണം. നമുക്ക് വീണ്ടും ക്ലിപ്പുകൾ ഇവിടെ നമ്മുടെ ലാപ്ടോപ്പിൽ റെഡിയായി നിൽക്കുകയാണ്. നിങ്ങൾ വരുമ്പോഴാണ് ആളുകൾക്ക് ഇതൊക്കെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുക. ആളുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ പതനം പൊതുജനങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾക്കെതിരെ ഇപ്പോൾ AP ഭാഗം നടത്തുന്ന ആരോപണം ഇതൊക്കെ ആളുകൾ കേൾക്കുന്നുണ്ട്. ഇതൊന്നും പുതിയൊരു സംഭവമല്ല. നിങ്ങൾ പൊറുക്കുക മറക്കുക എന്നൊന്നും പറഞ്ഞ കാര്യം. പിന്നെ ഞങ്ങളുടെ പേരിൽ പറഞ്ഞ കളവുകളൊക്കെ ഓരോന്നോരോന്ന് ഊരിപ്പോവുകയാണ്. ഗണന എന്താണെന്ന് താങ്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടരുക. ഞങ്ങൾ ഇവിടെ പറയുന്ന സൂഫിയത്തിൻ്റെ വഴിയാണ്. അതിനിങ്ങനെ ഇടയ്ക്ക് താങ്കൾ പരിഹസിച്ചുകൊണ്ടേയിരിക്കണം. കാരണം പുതിയ കൂട്ടുകാരോടൊപ്പം ചേരുമ്പോൾ ആ സ്വഭാവം കിട്ടും, അതിങ്ങനെ പ്രകടമാവണം. ശംസുൽ ഉലമയുടെ വഴിയിൽ അതില്ല കേട്ടോ. കണ്ണിയത്ത് ഉസ്താദിൻ്റെ വഴിയിൽ അതില്ല. അവർ മശായിഖിനെ ആദരിച്ചവരാണ്. എല്ലാവരും കുറ്റം പറഞ്ഞിരുന്ന ഔലിയാക്കന്മാരെ സ്ഥിരപ്പെടുത്തിയ ആളാണ് ശംസുൽ ഉലമ. നെല്ലിക്കുന്നുപ്പാപ്പ കാസർഗോഡ് എല്ലാവരും എതിർത്തപ്പോൾ അവർക്ക് വേണ്ടി വാദിച്ച ആളാണ് മഹാനരായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അവറുകൾ. അത് മനസ്സിലാക്കി വെക്കണം. അതുപോലെ മഹാനരായ ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരെക്കുറിച്ച് പല ആരോപണം വന്നപ്പോൾ പണ്ഡിത സഭ വിളിച്ചുകൂട്ടി മടവൂര് വലിയല്ലെങ്കിൽ പിന്നാരടാ വലി എന്ന് ചോദിച്ച മഹാപ്രതിഭയാണ് ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമയുടെ വഴിയിൽ ഒരിക്കലും കരുളായിക്കാരൻ മൗലവിയില്ല. നിങ്ങൾ അസ്ഹാബുല്ല. നിങ്ങൾ പാണക്കാട് വിരോധികൾ, ഇപ്പം ശംസുൽ ഉലമയുടെ വിരോധികൾ, കണ്ണിയത്ത് ഉസ്താദിൻ്റെ വിരോധികൾ. ഈ വിരോധം തലക്ക് പിടിച്ച് കിട്ടുന്നതൊക്കെ വിളിച്ചു കൂവുക. മറുപടി കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് നടക്കണ്ട. അനങ്ങിയാൽ ഞങ്ങളെ തീരുമാനം എന്ന് വന്നോ പിറ്റേന്ന് മറുപടി എന്നാണ്. നാട്ടിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ വിടാൻ തീരുമാനിച്ചിട്ട്. അതുകൊണ്ട് ഇനിയും വരിക. ഇൻഷാ അല്ലാ നമുക്ക് തുടരാം. കാര്യങ്ങളൊക്കെ ആളുകൾ പഠിക്കട്ടെ, സത്യം മനസ്സിലാക്കട്ടെ, ഇങ്ങനെയുള്ള വഴികളിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.